നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും യൂസ്ഡ് കാർ ഷോറൂമുകൾ കാണാം. മാരുതി പോലുള്ള വമ്പൻ കമ്പനികൾക്കും അവരുടെ ഡിവിഷനായിട്ട് യൂസ്ഡ് കാറുകളുണ്ട്. അതുകൂടാതെ സ്വകാര്യ വ്യക്തികൾക്കുമുണ്ട്. അങ്ങനെ ഈ ഒരു യൂസ്ഡ് കാർ ഷോറൂമുകളുടെ മലവെള്ള പാച്ചിലിനിടയിലും ശ്രദ്ധിക്കപ്പെട്ട ഒരു പേരുണ്ട്. അത് സഫാരി കാർസ് എന്നുള്ള പേരാണ്. മലപ്പുറം ജില്ലയിൽ ജനിച്ച ഒരു ബ്രാൻഡാണ് എന്ന് തന്നെയുമല്ല, നമ്മളെല്ലാവരും ശ്രദ്ധിക്കാൻ കാര്യം അത് യൂട്യൂബിൽ വളരെ ശക്തമായൊരു ബ്രാൻഡാണെന്നുള്ളതാണ്. അതിന് കാരണം അതിൻ്റെ ഉടമയായ അൻഫലാണ്. അൻഫൽ വെള്ളയും ഇട്ടുകൊണ്ട് നിന്നുകൊണ്ട് ഓരോരോ വാഹനങ്ങൾ യൂട്യൂബിലൂടെ പരിചയപ്പെടുത്തുന്നു. കൊതിപ്പിക്കുന്ന ഭാഷയിൽ നമ്മളെ ഇങ്ങനെ കൊതിപ്പിച്ച് വാഹനം വാങ്ങിപ്പിക്കുന്നു. അതൊക്കെയാണ് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ അൻഫൽ മലപ്പുറം ജില്ലയുടെ അതിർത്തി വിട്ട് നമ്മുടെ കൊച്ചിയിലേക്ക് വന്നിരിക്കുകയാണ്. സഫാരി കാർസിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമിലാണ് നിൽക്കുന്നത്. കൊച്ചിയിലാണ്. 30,000 സ്ക്വയർ ഫീറ്റിൽ നമ്മളെ അന്തം വിടുന്ന രീതിയിലുള്ള വാഹന കളക്ഷനുമായിട്ട് വന്നിരിക്കുന്ന സഫാരി കാർസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ സഫാരി കാർസ് കേരളത്തിൽ അറിയപ്പെടുന്ന യൂസ്ഡ് കാർ ഷോറൂമാണ്. അൻഫലിനെയും എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല അൻഫലിൻ്റെ തുടക്കം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം അതിശയം തോന്നുന്നൊരു കാര്യം. കാരണം ഇപ്പോൾ വന്നു വിട്ടിരിക്കുന്ന ഈ ഒരു കൊച്ചിയിൽ തന്നെ ബേക്കറിയിലൊക്കെ ജീവനക്കാരനായിട്ട് നിൽക്കുകയും പിന്നീട് വളരെ ചെറിയ തോതിൽ ബൈക്കുകളൊക്കെ വിറ്റ് ജീവിതം കരിപ്പിടിപ്പിച്ച് വന്ന് ഈ നിലയിലെത്തിയ അൻഫലിൻ്റെ ജീവിതവും നമുക്കൊരു പാഠപുസ്തകമാണ്. ചെറുപ്പക്കാർ തീർച്ചയായിട്ടും ഇൻസ്പയർഡ് ആകുന്ന ഒരു ജീവിത കഥയുമുണ്ട് അൻഫലിൻ്റെ പിന്നിൽ. അപ്പോൾ അൻഫലിൻ്റെ കഥ കേൾക്കുക, പിന്നെ ഏറ്റവും പുതിയ ഷോറൂമിൻ്റെ കഥ കേൾക്കുക, ഇവിടുത്തെ ഈ സുന്ദരന്മാരെ കാണുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നാളെ ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ്. ഈ ഉദ്ഘാടനത്തിൽ ഞാനും ഭാഗമാകുന്നത് ഇവിടെ നിന്ന് ആദ്യത്തെ വാഹനം ഡെലിവറി എടുത്തുകൊണ്ടാണ്. അത് ഏത് വാഹനം എന്നുള്ളത് പറയരുത്, അൻഫൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അൻഫലെ നമ്മൾ സ്വാഗതം. സ്വാഗതം. അപ്പോൾ യേശുദാസിനും കെ ജെ മർക്കോസിനും ശേഷം ഈ വേഷത്തിൽ സ്ഥിരമായി കാണുന്ന ആള് അൻഫലാണ് അല്ലേ? സന്തോഷം. എത്ര കാലം ഈ വേഷത്തിലേക്ക് കടന്നിട്ട്? ഈ വേഷത്തിലൊരു 3-4 വർഷമായി. 4 വർഷമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവ് ആയ മുതലേ വൈറ്റ് ഉണ്ട്, എല്ലാ ഡ്രസ്സും ഉണ്ട്. ശരി, അതായത് ഇതാണ് ഈ ഒരു സിഗ്നേച്ചർ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വലിയ സന്തോഷമുണ്ട്. കൊച്ചിയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ധാരാളം യൂസ്ഡ് കാർ ഷോറൂമുകളുണ്ട്. എങ്കിൽ പോലും എങ്ങനെയാണ് അതിൽ നിന്നും സഫാരി വ്യത്യസ്തമാകുന്നതെന്നൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം. കൂടാതെ ഇവിടുത്തെ മറ്റു വിശേഷങ്ങളും നമുക്ക് കാണാം. അതിനു മുമ്പ് അൻഫൽ വന്ന വഴിയിലൂടെ നമുക്കൊന്ന് കടന്നു പോകും അല്ലേ? മറ്റൊരു കാര്യമുള്ളത്, അൻഫൽ ഈ വന്ന വഴി മറക്കാതിരിക്കാൻ വേണ്ടി എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഇവിടെ അൻഫലിന്റെ പഴയ ജീവിത കഥ വളരെ ചെറിയ തോതിൽ ചിത്രങ്ങളായിട്ടും ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ജനിച്ചു വളർന്നൊക്കെ കരുവാരക്കുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മളെ ഷോറൂം കൊച്ചിയിൽ വന്ന് വലിയൊരു സ്വപ്നമായിരുന്നു. രണ്ടാമത്തെ കേസ് ബൈജേട്ടനെ ചെറുപ്പം മുതലേ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ബൈജേട്ടൻ. കാരണം ചെറുപ്പം മുതലേ ഒരു വണ്ടിപ്രാന്തനാണ്. അതായത് ഇപ്പൊ നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നതിന് മുന്നേയും ബൈജേട്ടന്റെ റിവ്യൂസ് കാണുന്നുണ്ട്. ഒരു വണ്ടി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അതിനെ പറ്റി പഠിക്കും. അപ്പോഴും എവിടെ അടിച്ചാലും ഏത് വണ്ടി അടിച്ചാലും ബൈജേട്ടന്റെ വീഡിയോ, യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം ബൈജേട്ടന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ അന്ന് മുതലൊക്കെ നമ്മള് മനസ്സിൽ കാണുന്ന നമ്മളൊരു ഗുരുവാണ് ബൈജേട്ടൻ. വളരെ ആകർഷകമായിട്ട് കണ്ടത്. ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കും ഒരു വണ്ടി ഒരു GLS ഓവർടേക്ക് നിർത്തി. അപ്പൊ ഞാൻ നോക്കുമ്പോ വെള്ളം വിട്ടോണ്ടാണ്. അപ്പൊ തന്നെ പിന്നെ ചോദിക്കണ്ട ആരാണ് സവാരി. ശരിക്കില്ലേ, നമ്മള് കാണാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ ഫോളോ ചെയ്യുന്ന ആളാണല്ലോ അത്രയും വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ ബൈജേട്ടനെ പെട്ടെന്ന് കണ്ടപ്പോ എക്സൈറ്റ്മെന്റ് ആയി, നമ്മൾ പരിചയപ്പെട്ടു, പടമൊക്കെ എടുത്ത്. അതെ അതെ അതെ. എന്തായാലും അതിനുശേഷം ഇവിടെ ഈ പറഞ്ഞാൽ 30,000 സ്ക്വയർ ഫീറ്റുള്ള വമ്പൻ ഷോറൂമാണ്. ഷോറൂമിന്റെ ലേഔട്ട് പോലും ഭയങ്കര രസകരമാണ്. നമ്മൾ നടന്ന് കാണാം. എങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ വാഹന മേഖലയിലേക്ക് എത്തിയത്? വാഹന മേഖലയിൽ എന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ ഞാൻ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ വണ്ടിപ്രാന്ത് തലയിലുണ്ട്. അപ്പൊ ഈ ബൈക്ക്, അതേപോലെ RX-100, സാമ്രായി, ഇതൊക്കെ നമ്മൾ അന്ന് പർച്ചേസ് ചെയ്യും. അതേപോലെ ഫാമിലി ആയിട്ട് ഫാദറിന് വാഹന കച്ചവടം ഉണ്ടായിരുന്നു. നമ്മളെ കരുവാരക്കുണ്ടിൽ തന്നെ ആദ്യകാല കച്ചവടക്കാർ ഷോറൂമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഓഫീസായിട്ട് അന്ന് ഓട്ടോ കൺസൾട്ടന്റ് ആണല്ലോ. അപ്പൊ അവർക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൊട്ടിയിൽ മുതൽ തന്നെ കേൾക്കുന്നതും ഈ വാഹന കച്ചവടമാണ്. അങ്ങനെ നമുക്ക് നമ്മളെ രീതിയിലായിട്ട് കച്ചവടം ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് വന്നത് ഒരു +1 +2 കാലഘട്ടം മുതലൊക്കെ നമ്മൾ ഈ ബൈക്ക് ഭ്രാന്ത് ഉണ്ടായതുകൊണ്ട് ബൈക്കിന്റെ കച്ചവടങ്ങളൊക്കെ ചെയ്യും. അതേ ടൈമിൽ തന്നെ മറ്റു ജോലികളൊക്കെ എടുക്കും. അതോടൊപ്പം നമ്മൾ ജോലി എടുക്കണേ എന്തിനാ വെച്ചാല് ഈ വണ്ടി വാങ്ങാൻ. വണ്ടി വാങ്ങും, അപ്പൊ അത് വിൽക്കും, പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കും, അത് ബ്രോക്കർ പണി എടുക്കും. അങ്ങനെ വണ്ടിയിലോട്ട് വന്നതാ. 2014 സഫാരി കാർസ് എന്നുള്ള ഒരു ഔദ്യോഗിക പേരിൽ നമ്മളൊരു സ്ഥാപനം കരുവാരക്കുണ്ട്
ഓപ്പൺ ആക്കുന്നത്. അതപ്പോൾ ഫാദറുമായിട്ട് ചേർന്നിട്ടാണോ അതോ? അല്ല, നമ്മൾ സിംഗിൾ ആയിട്ട് തന്നെ. അപ്പോൾ ഫാദറിൻ്റെതായിട്ടുള്ള ബിസിനസ്സിൽ തന്നെ ഉണ്ട്. പിന്നെ പിന്നെ റിയൽ എസ്റ്റേറ്റ് കടന്ന് സ്ഥല കച്ചവടം, പിന്നെ വണ്ടി കച്ചവടക്കാരായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഒരു ഇങ്ങനെയായിട്ട് നമ്മൾ സഫാരി കാർസിൻ്റെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു 2014. ഓക്കെ. അപ്പം വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയെങ്കിലും പിന്നെ എന്താണ്, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കൊച്ചി വന്നൊക്കെ വേറെ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെയൊക്കെ വന്ന് ചെയ്തത്? അതെന്ത് സംഭവിച്ചാൽ ഒരു 15-16 വയസ്സായപ്പോൾ നമുക്കൊക്കെ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. എനിക്ക് വണ്ടി വാങ്ങണം എന്നുള്ളൊരു വാശിയും ആഗ്രഹവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് ഇവിടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ അതൊക്കെ ചിത്രങ്ങളിൽ അതെ. അത് ഇതെന്ന് വെച്ചാൽ വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കരുത്. അതിപ്പോ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡന്റ് ആണ്, പ്രചോദനം നൽകും. അപ്പൊ ഞാൻ ആ ട്രെയിന് കയറാണ്. അതായത് ഞങ്ങളെ നാട്ടിൽ നിന്ന് അന്ന് രാജ്യം വിടാറ്, ചെറുപ്പത്തിലെ ഞങ്ങളൊക്കെ രാജ്യം വിടും. മലപ്പുറം രാജ്യം വിടില്ല. അന്ന് എന്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോഴും എറണാകുളത്തുണ്ട്. എന്റെ സ്കൂൾ കാലഘട്ടം മുതലേ ചെറുപ്പകാല സുഹൃത്താണ്. പുള്ളി ആദ്യം രാജ്യം വിട്ടിരിക്കണേ എറണാകുളത്തേക്ക്. അങ്ങനെ ഞാൻ അവനെ വിളിച്ചു, ഞാൻ വരട്ടെ, ഞാൻ എറണാകുളത്തേക്ക്. അങ്ങനെ വീട്ടിൽ നിന്ന് ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ട് തന്നെ പോരുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിന് കയറി. ഞാൻ ഒറ്റക്ക് ഇവിടെ കൊച്ചിയിൽ വന്നു, കാക്കനാട് വന്നു. അന്ന് പുള്ളി താമസിക്കുന്നത് കാക്കനാടാ. അങ്ങനെ അവരെ ലോറിയിൽ കൊണ്ടുപോയി ക്ലീനറായിട്ട്. പക്ഷെ അന്ന് തിരുവനന്തപുരത്തേക്ക് ഈ കാർഗോ സർവീസാണ്. അവിടെ പോയി റിട്ടേൺ വന്നു, വീണ്ടും വേറെ റൂട്ടിൽ പോണു. ഉറക്കല്ല, ഊണില്ല. അതെനിക്ക് കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ പുള്ളിയൊരു അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു കാക്കനാട്, ടേസ്റ്റി ലാൻഡ് പറഞ്ഞിട്ടുള്ള ഒരു ബേക്കറി. ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ പോയിരുന്നു, പോക്കുണ്ട്. അവിടെയാണ് എനിക്ക് ഫസ്റ്റ് അവിടെ ജോലി കിട്ടുന്നത്. അവിടെ ഓൾറൗണ്ടർ ആയിരുന്നു. അവിടെ കലക്ടറേറ്റിൽ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കുക, ചായ കൊണ്ടുപോയി കൊടുക്കുക. പക്ഷെ അവിടെ ആ ടേസ്റ്റി ലാൻഡ് പറഞ്ഞ ബേക്കറിയിൽ ഒരു അമ്മ, അച്ഛന്, പിന്നെ ഒരു ജ്യേഷ്ഠന്റെ പോലെ ഒരാള്, ഫാമിലി ബിസിനസ് ആയിരുന്നു. അവരെന്നെ ഒരു മകനെ പോലെ സ്വീകരിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഓടും. അവർ വീട്ടിൽ നിന്ന് ഫുഡ് തരും. ഞാൻ ചെറുപ്പമാണല്ലോ, അപ്പൊ അവിടെ നല്ലൊരു എനിക്ക് സേഫ് ആയിരുന്നു. അങ്ങനെ ഞാൻ 2 മാസം അവിടെ വർക്ക് ചെയ്ത്. പിന്നെ അപ്പൊ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6000 രൂപയ്ക്കാണ് ഒരു മാസം 200 രൂപ ഡയലില്ലേ. അപ്പൊ 6000 രൂപ 2 മാസത്തിൽ 10-12,000 രൂപ. അന്ന് നാട്ടിൽ പോയപ്പോ കുറെ കേക്കും ബേക്കറി സാധനങ്ങളൊക്കെ തന്നിട്ടാണ് അവർ വിട്ടത്. അങ്ങനെ നാട്ടിൽ പോയി. അതുകൊണ്ട് ഒരു ബൈക്ക് വാങ്ങി. രണ്ടാമത്തെ പടം. അങ്ങനെ ബൈക്ക് വാങ്ങി. അതിന്റെ അടിയിൽ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രോക്കർ പണി എടുക്കും, ഫ്രീലാൻസ് ആയിട്ട് ബിസിനസ് ചെയ്യും. എല്ലാ യാർഡ് കൂടി ഷോറൂമിൽ കൂടി ഒക്കെ കയറി ചെല്ലും. അങ്ങനെയൊക്കെ കച്ചവടം ചെയ്യും. ആ ടൈമിൽ പിന്നെ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ എൻ്റെ 18ാമത്തെ വയസ്സിൽ തുടങ്ങിയൊരു ഷോപ്പാണ് ആ കാണുന്നത്. മൂന്നാമത്തെ 2 ബൈക്ക് ഇട്ടാണ് ഞങ്ങൾ തുടങ്ങിയതാ. 2 ബൈക്ക് രണ്ടല്ല, കുറച്ച് ബൈക്കും ഒക്കെ ആയിട്ട് ഒരു സ്ഥാപനം തുടങ്ങി. അന്ന് 18 വയസ്സാണ്. അന്ന് അനിൽകുമാർ സാറ് മന്ത്രിയായിരുന്നു. പുള്ളിയാണ് ഇനാഗ്രേഷൻ ഒക്കെ ചെയ്തത്. അങ്ങനെ അത് പിന്നെ ഞങ്ങള് ഒരു 5-6 മാസം കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത്. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി ഇപ്പോഴും എൻ്റെ വലിയ സുഹൃത്താണ്. അത് കഴിഞ്ഞ് വേറൊരു സുഹൃത്തിൻ്റെ ഒപ്പം കൂടി വേറൊരു ഷോപ്പ് തുടങ്ങി കുറച്ചിപ്പുറത്ത് തന്നെ. പിന്നെ അതും നമ്മൾ സ്റ്റക്കായി. അതിനുശേഷമാണ് നമ്മൾ സഫാരി കാർസ് എന്നുള്ള ഒരു സ്ഥാപനം 2014 ഒറ്റക്കാണ് തുടങ്ങിയത്. ഒറ്റക്ക് പറഞ്ഞാല് അനിയന്മാരും ഞങ്ങൾ ഫാമിലി ആയിട്ട്. ഇവിടെ കാണുന്ന ഒരു കാര്യം എപ്പോ വന്നാലും അനിയന്മാരെന്ന് പറയുന്നത് സ്ട്രെങ്ത് അല്ല, അവരാണ് എല്ലാം. അതെ അതെ അതെ. ഞങ്ങള് 6 മക്കളാണ്. 5 ആൺകുട്ടികളും 1 പെൺകുട്ടി. 6ാമത്താണ് പെൺകുട്ടി. അപ്പൊ ഇവരെല്ലാവരും വളരെ എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. ഒരുമിച്ചാണ് ഞങ്ങൾ താമസം. പിന്നെ നമ്മളെ കരുത്തും നമ്മളെ സ്ട്രെങ്ത്തും എല്ലാം അവരാണ്. ഇപ്പൊ ഇവിടെ ഉള്ള വണ്ടികളൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഇന്നെക്കാട്ടിലും അറിയാം ബ്രദറിനാണ്. ആളുകൂടെ ഉണ്ട്. അപ്പൊ ഈ സമയത്ത് ഇപ്പം ബൈക്കൊക്കെ വിറ്റിരുന്ന കാലത്ത് പിന്നെ കുഴപ്പമില്ല, നമ്മുടെ ശമ്പളത്തിൽ നിന്നൊക്കെ മിച്ചം വെച്ചൊക്കെ ഒരു ബൈക്ക് വാങ്ങിക്കും. പക്ഷെ ഈ കാറുകളിലേക്ക് കടന്നപ്പോൾ നമ്മൾ കടം വാങ്ങിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു തുടക്കം? അതെന്ത് സംഭവിച്ചാലേ ഇതിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സംഭവം യഥാർത്ഥ ഒരു കച്ചവടക്കാരൻ തന്നെയാണ് ഞാൻ. അപ്പോൾ നമ്മൾ പൈസ അല്ലാതെയും വണ്ടി കച്ചവടം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ബ്രോക്കർ പണി എടുക്കാം, മറ്റുള്ളവരെ വാഹനം വിറ്റ് കൊടുക്കാം. പക്ഷെ ഞാൻ അന്ന് കട തുടങ്ങിയപ്പോൾ സത്യത്തിൽ ഞങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്തിട്ട് തന്നെ തുടങ്ങി. കാരണം നമ്മളന്ന് കുറി കൂടുമല്ലോ, ചെറിയ ചെറിയ കുറികൾ ഉണ്ടാവും. 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം രൂപേൻ്റെ ഒക്കെ കുറി ഉണ്ടാവും. അങ്ങനെ 1-2 കുറി കിട്ടിയ പൈസ എനിക്ക് ഉണ്ടായിരുന്നു. സ്ഥാപനത്തിന് എനിക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടില്ല. ചെറിയൊരു 2 ഷട്ടർ റൂമിലെ റൂമാണ്. 6000 രൂപ 5000 രൂപ വാടക ഉള്ളൂ. ചെറിയ മിനുക്ക് പണികൾ, ഒരു കോൺക്രീറ്റ് 15,000 രൂപയൊക്കെ എനിക്ക് അന്ന് ഒരു ബോഡി ലൈറ്റൊക്കെ ചിലവ് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ ഒരു 8-10 വണ്ടി പർച്ചേസ് ചെയ്തു. മാരുതി 800 50,000-ന്റെ, ജെന്നി, പിന്നെ അൾട്ടോ, ടാറ്റ സുമോ, തവേര, അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യും. കൂട്ടത്തില് മറ്റുള്ള ആളുകളുടെ വാഹനങ്ങൾ നമ്മൾ സെല് ചെയ്ത് കൊടുക്കും. അത്തരത്തിലാണ് നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ പതിയെ പതിയെ നമ്മൾ ആവുന്നത് കൊണ്ട് മാത്രമാണ് ചെയ്തത്. ഒരുപാട് വർഷം, ഒരു 14 to 18, 2018 മുതൽ 20 വരെയൊക്കെ ഞങ്ങൾ ആ സ്ഥാപനത്തിൽ തന്നെ
ഉള്ളത് കൊണ്ടാ പോയത്. ഒരു ആഡംബരവും കാണിച്ചിട്ടില്ല, ഇന്റർലോക്ക് പോലും ഇട്ടിട്ടില്ല. അത് നമ്മൾക്ക് പൈസ ഇല്ലായിട്ടല്ല, നമുക്കത് ചെയ്യാമായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ണർമാരൊക്കെ കൂട്ടേണ്ടി വരും. അപ്പൊ നമ്മൾ ആവുന്നതിനനുസരിച്ച് പതിയെ ഡെവലപ്പ് ചെയ്തെടുത്ത് പിന്നെ ഈ 2021-22 കാലഘട്ടത്തിലാണ് കരുവാരകുണ്ട് തന്നെ വലിയൊരു ഏരിയ എടുത്തു, ഒരു 10-75 സെന്റ് സ്ഥലം എടുത്ത് അതിൽ നമ്മൾ ഷോറൂം ഉണ്ടാക്കി. പക്ഷെ അതിപ്പോ കംപ്ലീറ്റ് ഒരു അടിപൊളി ലുക്കിലാണ് നിൽക്കുന്നത്. അടുത്ത കാലത്ത് കരുവാരക്കുണ്ട് പോയിട്ട് വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, കരുവാരക്കുണ്ട് മൊത്തം സ്വന്തമാക്കിയെന്ന് പറഞ്ഞു. എവിടെ നോക്കിയാലും സഫാരിയാന്ന് പറഞ്ഞു. ശരിയാ. പക്ഷെ അങ്ങനെ കരുവാരക്കുണ്ട് പോലെ മലപ്പുറത്ത് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിന്നിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന കോഴിക്കോടേക്ക് പോകുന്നു, അവിടുന്ന് കൊച്ചിക്ക് വരുന്നു. പക്ഷെ ഇത് നേരെ കൊച്ചിക്കാണല്ലോ വന്നത്. നേരെ പറഞ്ഞാല് ഞാനൊരു 2019-20 ഇവിടേക്ക് ഒരു ഇനാഗ്രേഷൻ വരുന്നുണ്ട്. ഞാൻ ചെറിയൊരു ബ്ലോഗർ ആയതുകൊണ്ട് ഓരോരുത്തർ ചോദിക്കാനുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുമല്ലോ. അങ്ങനെ വന്നപ്പോ തന്നെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് എറണാകുളത്തെ ഒരു ഷോറൂം തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അതാണ് പിന്നെ തുടങ്ങുമ്പോൾ ഫസ്റ്റ് കൊച്ചിയിൽ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ തന്നെ വന്നതാണ്. പക്ഷെ അവിടെ നമുക്ക് കരുവാരകുണ്ട് നമ്മൾ ആ യാർഡുള്ളതാണ് നമ്മളെ സ്ട്രെങ്ത്. കാരണം ഇപ്പൊ ഇവിടെയൊക്കെ തുടങ്ങിയാലും നമുക്ക് ഇവിടുത്തെ 10-1 എക്സ്പെൻസേ അവിടെ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇവിടെ തുടങ്ങുമ്പല്ലേ എനിക്ക് ഹൈ കോൺഫിഡന്റ് ആണ്. കാരണം പല ആൾക്കാരും ചോദിക്കും, കൊച്ചിയിൽ വന്നിട്ട് ഇത്ര ഒരു വലിയ ഷോറൂം തുടങ്ങുമ്പോ കച്ചവടം ഉണ്ടാവോ? എനിക്ക് കച്ചവടേ വേണ്ട, ടെൻഷൻ അല്ല, അവിടെ ജീവിക്കും. ഇവിടുത്തെ പിന്നെ സാലറി, ഇവിടുത്തെ റെന്റും അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടെ ഇവിടുന്ന് ഒരു ചെറിയ ഇവിടുത്തെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള കച്ചവടം ഉണ്ടെങ്കിൽ ഞാൻ സേഫാ. എല്ലാവർക്കും വീട്ടിൽ ഗ്യാരേജ് ഉണ്ടാക്കാനും വണ്ടികൾ കളക്ട് ചെയ്യും. ഇപ്പൊ ഇതിൻ്റെയൊക്കെ പ്രായമുള്ള വണ്ടി പ്രാന്തന്മാരടുത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ഡിഫൻഡർ അല്ലെങ്കിൽ റേഞ്ച് റോവറിന്റെ വോഗ്, GLS ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. 4-5 വണ്ടി ഉണ്ടാവും. എന്റെ ആഗ്രഹം അതല്ല, എനിക്ക് ഷോറൂം, അവിടെ കച്ചവടം, ബിസിനസ്, കുറെ സ്റ്റാഫുകൾ, ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക, അതൊക്കെയാണ് ആഗ്രഹം. അതാണ് സാധിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കൊച്ചിയിൽ എത്തുന്നത്. അപ്പോൾ കൊച്ചിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം കൊച്ചിയിൽ പ്രീമിയം യൂസ്ഡ് കാർ ഷോറൂംസ് ധാരാളം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വാങ്ങിക്കണമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം എന്താണുള്ളത്? അത് വ്യത്യസ്തമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളെ കസ്റ്റമർക്ക് കൊടുക്കുന്ന, ചിലപ്പോൾ എല്ലാവരും കൊടുക്കുന്നതാവാം, കുറച്ച് നമുക്കായിട്ട് കുറച്ച് എത്തിക്സ് ഉണ്ട്. അതായത് പിന്നെ അത് ചിലപ്പോൾ ബജറ്റിന്റെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് പറയാം, നമ്മൾ മേജർ ആക്സിഡന്റോ ഫ്ലഡോ കിലോമീറ്റർ റിവേഴ്സ് ചെയ്തത് ഡാമേജുള്ള വെഹിക്കിളൊന്നും നമ്മൾ സെല് ചെയ്യില്ല. പിന്നെ നമുക്ക് നമ്മളടുത്തേക്ക് വരുന്ന കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാറണ്ടികളുണ്ട്, അതൊക്കെ നമ്മൾ കൊടുക്കും, ഗ്യാരണ്ടികൾ കൊടുക്കും. പിന്നെ നമ്മളെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് ആൻഡ് വാല്യൂ ആണ്. ഇത് രണ്ടും മുറുകെ പിടിച്ചിട്ടില്ലേ മുന്നോട്ട് പോക്കാൻ നമ്മൾ പോകുന്നത്. പിന്നെ വേറത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിവിടെ ഫിനാൻസ് സൗകര്യമില്ല. അത് വലിയൊരു നെഗറ്റീവാണ് കച്ചവടത്തിന്. അത് ശരിക്കും കസ്റ്റമർ, ഇപ്പോൾ ഇത്രയും പ്രീമിയം കസ്റ്റമർക്ക് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ ലോണൊക്കെ അറേഞ്ച് ചെയ്തോളൂ. ഞാനിപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്തത്. അതെ, ഇപ്പൊ ബൈജേട്ടിന് ഞങ്ങള് ഒരു വണ്ടി കൊടുത്തു. ഏത് വണ്ടിയാന്ന് പറയണ്ടല്ലോ, വണ്ടി പറയണ്ട, ഈ കിടക്കുന്ന കൂട്ടത്തിൽ വണ്ടി ഉണ്ട്, നിങ്ങൾ കമന്റ് ചെയ്യും അല്ലേ, ഏത് വണ്ടിയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. ഒരു ദിവസം സമയമുള്ളൂ, ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഫ്രീ തരുന്നൊന്നും അല്ല, കാശ് കൊടുത്ത് വാങ്ങിയതാ. അതിന് പറയുന്നതായിട്ട് എനിക്കിപ്പം പോകാൻ നേരത്തെ ഫ്രീ തരുന്ന തോന്നുന്നു. അങ്ങനല്ല, ആഗ്രഹത്തല്ല, വലിയ എമൗണ്ടിന്റെ വണ്ടിയാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. എനിക്കതിന് വലിയ സന്തോഷമുണ്ട്. കാരണം അൻഫൽ ഞാൻ പരിചയപ്പെട്ട അധികാലമൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാനിപ്പോൾ വന്ന് അൻഫൽ ഇങ്ങനെ ഒരു വണ്ടി എനിക്ക് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഞാൻ വിചാരിച്ച അതേപോലൊരു വണ്ടി എനിക്ക് സോഴ്സ് ചെയ്ത് തന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഒരു അനുഭവം കൂടെ പറയാം. ഉമ്മയാണ് വണ്ടി കയറ്റിയത്, ഉമ്മാനെ ഇരുത്തിയിട്ട വണ്ടി കയറ്റിയത്, റേഞ്ച് റോവർ സ്പോർട്ട്. സത്യത്തിൽ അതാണ് ആദ്യത്തെ ഡെലിവറി. അത് ഉമ്മ കയറ്റിയൊരു വണ്ടി. ആ റേഞ്ച് റോവർ സ്പോർട്ട് ഇങ്ങനെ വന്ന് ഞങ്ങൾ വണ്ടിയൊക്കെ കയറ്റി ആ ഒരു ചടങ്ങ് ആരുമില്ല, ഞാനും ഉമ്മ അനിയന്മാര് മാത്രം, പിന്നെ 1-2 ആൾക്കാരും കൂടെ കൂടി വണ്ടി കയറ്റി. ഒരു കസ്റ്റമർ കൊല്ലത്തുനിന്ന് നമ്മളെ മുന്നേ ഷോറൂമിൽ വന്ന ആളാ, പുള്ളി ഇതിൽ ഇവിടെ വന്നതാ, പുള്ളിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, പുള്ളിക്ക് ആ വണ്ടി കിട്ടിയേ തീരും. അങ്ങനെ അന്ന് തന്നെ ആ വണ്ടി സെയിൽ ചെയ്തു, ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം. അങ്ങനെ പുള്ളിക്ക് അന്ന് മോർണിംഗിലാണ് ഡെലിവറി ഉള്ളത്. അപ്പൊ അങ്ങനെ കൊച്ചിയിൽ വന്ന് ഇപ്പൊ ഇവിടെ വർക്ക് നടക്കുമ്പോ തന്നെ കുറച്ച് വണ്ടികൾ നമ്മൾ സെയിൽ, ബൈജേട്ടനെ അറിയാലോ, ബൈജേട്ടൻ. അപ്പൊ വലിയ സന്തോഷം എന്താ വെച്ചാൽ ഈ ഒരു മുഹൂർത്തത്തിൽ തന്നെ ഇതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് ബൈജേട്ടനെ പോലത്തെ ഒരാൾക്ക്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊക്കെ ഗുരു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഓട്ടോമൊബൈൽ രംഗത്ത് പിന്നെ പല സിനിമ ഫീൽഡിൽ നിന്നൊക്കെ ഓരോ സെലിബ്രിറ്റികൾ വിളിക്കലുണ്ട്. എന്നോട് വണ്ടിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്നോട് ചോദിക്കും, എന്നോട് പറയും, ഞാൻ ബൈജുവിനെ വിളിച്ചിരുന്നു, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇന്ന വണ്ടി എങ്ങനെ ഉണ്ട്. എല്ലാവരും റെഫറൽ എടുക്കുന്ന ഒരാളാണ്.
ആ ആളിന്റെ ഒരു വണ്ടി വാങ്ങാന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് വലിയൊരു അച്ചീവ്മെന്റ്. അത് എനിക്കൊരു ധൈര്യമാണ്. കാരണം അൻഫലിന്റെ അടുത്ത് അൻഫലെ എന്തെങ്കിലും പ്രശ്നം വന്നാലും തിരിച്ചു ചോദിക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. ഞാൻ ഏറ്റു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ട്. അപ്പൊ എന്തായാലും ഈ എനിക്കൊക്കെ എന്നെ പോലുള്ളവർക്കൊക്കെ ഭീഷണിയായിട്ട് ഈ ഒരു വ്ളോഗ് രംഗത്തും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പം അൻഫലിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച കാര്യം അൻഫലിന് വാഹനം വിൽക്കാൻ മൂന്നാമൊരാളുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ പോലെ ഏത് വണ്ടി വന്നാലും അൻഫൽ ഗംഭീരമായിട്ട് അതും പക്ക മലപ്പുറം ഭാഷയിൽ ഒരു വ്ളോഗ് ഇടും. അതിങ്ങനെ നമ്മൾ കൊതിപ്പിക്കുന്ന രീതിയിൽ പറയുകയും ചെയ്യും, അങ്ങ് വാങ്ങിക്കാൻ തോന്നുകയും ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഗംഭീര ഒരു സെല്ലിംഗ് സംഭവമാണ്. അതെങ്ങനെയാണ് അതിലേക്ക് വരാൻ തീരുമാനിച്ചത്? അതിലോട്ട് വരിക ഈ സോഷ്യൽ മീഡിയന്റെ സാധ്യത മനസ്സിലാവുന്നത് നമ്മളൊരു ഷോറൂമിൽ ഒരു യൂട്യൂബർ വന്നിട്ട് ഞങ്ങളൊരു വ്ളോഗ് ചെയ്തു. പുള്ളി ടീം ടെക് പറഞ്ഞ ചാനലാണ്, വണ്ടിനെ മാത്രം ചെയ്യണം. പുള്ളി ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ നമ്മളെ വിളിക്കുന്നു, വണ്ടികൾ സെല്ലായി. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്തു. അപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. പിന്നെ 2014 മുതൽ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇന്റെ ഫോട്ടോ ഇടും, വണ്ടിന്റെ ഫോട്ടോ ഇടും. കാരണം നോക്കിയാ അറിയാം ഫേസ്ബുക്കിലുണ്ട്. കാരണം അന്ന് തന്നെ നമുക്ക് ഈ മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പൊ അന്ന് കരുവാരകുണ്ട് കാളികാവ് ഭാഗത്തിലെ പ്രവാസികളൊക്കെ ഈ ഫോട്ടോ കണ്ടു വിളിക്കും. ആ വണ്ടി എത്ര മോഡലാണ്, ഫോട്ടോ ആണ്. ഫോട്ടോ ഞാൻ ആ വണ്ടിന്റെ ഡീറ്റെയിൽസ് മേലെ ചെയ്തു. ഫേസ്ബുക്ക് ഞാൻ യൂസ് ചെയ്തു. ടിക്ടോക്ക് വന്നപ്പോൾ ടിക്ടോക്കിൽ റീലിടും. അങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിന്റെ യൂട്യൂബിന്റെ സാധ്യത മനസ്സിലായപ്പോൾ ഞാൻ തന്നെ ചെയ്യൽ തുടങ്ങി. അതിൽ കുറെ കുത്തുവാക്കുകളൊക്കെ കേട്ടിരുന്നു, കളിയാക്കലൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കോൺഫിഡൻസ്. മറ്റു പരസ്യമൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. വലിയൊരു ധൈര്യമാണ്. പക്ഷെ ഞങ്ങൾ എറണാകുളക്കാർക്ക് മലപ്പുറം ഭാഷ മനസ്സിലാകുന്ന രീതി വേണം ഇനി വ്ളോഗ് ശ്രമിക്കാം. പക്ഷെ വേറൊന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ഇട്ടാലും നമുക്ക് മലബാർ, തിരുവനന്തപുരം, കൊല്ലത്തൊക്കെ കഷ്ടപ്പെടുന്നു. ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, മലപ്പുറം ഭാഷ മനസ്സിലാകാതൊന്നുമില്ല. പിന്നെ ഇവരവിടെ പ്രായമുള്ള ആൾക്കാരൊക്കെ വളരെ സ്പീഡിൽ സംസാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് പ്രശ്നം എന്താണെന്ന് ചോദിച്ചേട്ടാ, ഞാൻ ഒന്ന് സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ ഞാൻ വറക്കും. അതായത് നമ്മളെ രീതിയിൽ തന്നെ എനിക്ക് പറയാം. എനിക്ക് സംസാരിക്കാനൊക്കെ അറിയാം. ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വളരെ പക്വമായിട്ട് സംസാരിക്കും. ഞാൻ ബജറ്റിനോട് പറയാണ് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെ, അത് എനിക്ക് ഞാനല്ലാതെ പോലെ തോന്നുന്നു. പിന്നെ നമ്മളിലേക്ക് പോകും. എന്നാൽ ഈ ഷോറൂം നിങ്ങൾ കാണേണ്ട ഒരു സാധനം, നമ്മൾ കയറി വരുമ്പോഴത്തേക്കും കാണുന്ന ഈ ഒരു സ്പേസ് അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. ഇവിടെ ഇതിന്റെ ലേഔട്ട് എന്ന് പറയുന്നത് ഗംഭീരമാണ്. ആരാണ് ഡിസൈൻ ചെയ്തത്? നമുക്ക് അതിന് എനിക്ക് തോന്നുന്നു മുന്നിൽ നിന്ന് തുടങ്ങാം. കാരണം അവിടെ ഒരു ആറായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നുണ്ട് അല്ലേ? അത് കണ്ട് അവിടെ നിന്ന് തുടങ്ങാൻ തോന്നും. നമുക്ക് താഴേക്ക് ഒന്ന് കറങ്ങി വരാം. അപ്പൊ ഇതിന്റെ ലേഔട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരുന്നു ബിൽഡിംഗ്. ഇത് പൈസേട്ടാ, ഞാൻ ഇതിന്റെ ഒരു സ്റ്റോറി പറയാനുണ്ട്. അതായത് ഒരു 5-6 മാസം ഞാൻ കൊച്ചിയിൽ വന്നിട്ട് സ്പേസ് തരും. ഞാൻ തിരയുന്നത് എനിക്കൊരു 10-15 വണ്ടി, അതായത് ഒരു 10 വണ്ടി. നമ്മുടെ നാട് പോലെ അല്ലല്ലോ. അപ്പൊ ഒരു 10 വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അത് ഇടാനൊരു ഷോറൂം, നമ്മൾ കസ്റ്റമേഴ്സിന് മീറ്റ് ചെയ്യാനൊരു സ്പേസ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതേ ഞാൻ തെരഞ്ഞിട്ടുള്ളൂ. അങ്ങനെ 5-6 മാസം ഞാൻ തെരഞ്ഞു. ഇവിടെ വന്ന് റൂം എടുത്ത് നിൽക്കും, പല സ്ഥലത്തും കൂടി. എവിടെ ഒന്നും ശരിയായില്ല. ഒരു സ്ഥലത്തിന് ടോക്കൺ കൊടുത്തു, പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങി. അത് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു, നിലമായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനൊരു ദിവസം നമ്മളെ ഫിറോസ് ചുട്ടിപ്പാറുണ്ട്, എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്താണ്, നമ്മളൊരു ജ്യേഷ്ഠതുല്യ സ്ഥാനമുള്ള ആളാണ്. ഞങ്ങളെല്ലാം പിന്നെ യാത്രകളൊക്കെ ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു പരിപാടിക്ക് വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മുന്നിൽ വന്ന് വണ്ടി സൈഡാക്കി വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് നിന്ന്. അപ്പോൾ ഈ വൈറ്റ് ആൻഡ് വൈറ്റിനെ കളിയാക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയണം, വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് നിൽക്കണം. ആ നൃത്തത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, അൻഫൽക്കല്ലേ? ആ അതെ. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ചോദിച്ച്. പുള്ളി ഒരു സെൽഫി എടുത്ത്. അപ്പോൾ ഞാൻ പുള്ളിനോട് ചോദിച്ചു, നിങ്ങളെ വീട് അവിടെ? അപ്പോൾ പുള്ളി ഇവിടെ തന്നെയാണ് വീട്. അപ്പോൾ ഈ ബിൽഡിംഗ് പറഞ്ഞാൽ വലിയൊരു ബിൽഡിംഗ് ആണ്. ഇതൊന്നും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയൂല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു, ഇത് ആരുടെ ബിൽഡിങ്? ഇത് എൻ്റെ വാപ്പാൻ്റെ ആണ്. പുള്ളിൻ്റെ ഫാദറിൻ്റെ ആണ്. ഇത് ഒഴിഞ്ഞ് കിടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് റെൻറ്റിന് എടുക്കാൻ താല്പര്യമുണ്ട്, ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ അന്ന് തന്നെ പുള്ളി നമ്പർ തന്ന് ഞാൻ വിളിച്ച് ഞങ്ങളിവിടെ റൂം എടുത്ത് താമസിച്ച് പിറ്റേന്ന് മോർണിംഗിൽ പുള്ളി വന്ന് ഞങ്ങൾ ഇവിടെ വന്നു. ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, ഷുക്കൂർക്കാർ. പുള്ളി നമ്മളെ വീഡിയോ കണ്ട ആളാണ്. പുള്ളിയും വന്നു. ആ സ്പോട്ടിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് ക്ലിയർ ചെയ്ത് കൈ കൊടുത്തു. അങ്ങനെയാണ് ഈ ഷോറൂം കിട്ടുന്നത്. സ്ട്രക്ചർ ഉണ്ടായിരുന്നു, പഴയ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പഴയ ഒരു 10-15 വർഷം അടച്ചിട്ടൊരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് മൊത്തത്തിൽ നമ്മളൊരു ആർക്കിടെക്റ്റിനെ വെച്ചിട്ട് പിന്നെ ഡിസൈൻ ചെയ്ത് 3D കൺഫേം ചെയ്ത് ഇതേപോലെ തന്നെ വേണമെന്നുള്ള രീതിയിൽ നമുക്കൊരു ഷോറൂം ലുക്ക് ഇത് മാറ്റി. ഹൈറ്റ് ഉണ്ടായിരുന്നു. വേറെ രൂപത്തിലായിരുന്നു. കുറെ നമ്മൾ കട്ട് ചെയ്യും, അങ്ങനെ കുറെ ഉണ്ടാക്കും, കുറെ പൊളിക്കുന്നതല്ലേ ആർക്കിടെക്റ്റുമാര്. അങ്ങനെ
ലാസ്റ്റ് ഒരു വർഷം എടുത്ത്. ആണല്ലേ? പക്ഷെ അതുകൊണ്ട് എനിക്ക് വലിയ ഹാപ്പി ഉണ്ട്. നമുക്ക് ടെൻഷൻ ഇല്ലാതെ പതിയെ അത് റെഡിയാക്കി എടുക്കാനും പറ്റി. ഇതിപ്പോ ഇതിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അമ്പാട്ടുകാവിനും അതുപോലെ കമ്പനിപ്പടിക്കും ഇടയിൽ ഓൺ റോഡ് എന്ന് പറഞ്ഞ ബോഡി ഷോപ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇത്. ഓൺ റോഡും മലപ്പുറക്കാരാണല്ലോ അല്ലേ? നിങ്ങൾ കീഴടക്കം കേട്ടോ, ഇവര് കീഴടക്കാണ് ഇവിടെ. എന്നാൽ നിങ്ങളെ കണ്ണിപ്പെടാതെ പോകില്ല, അത്രയും ഗംഭീരമായ ഒരു മുൻവശം ഇതിനുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ. പക്ഷെ പണി കഴിഞ്ഞിട്ടില്ല. ഇനി നാളെ ഉദ്ഘാടനമാണെങ്കിലും അതുകൊണ്ട് അവിടെയൊക്കെ ഇപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ തീരാനുണ്ട്. അപ്പൊ എന്തായാലും വലിയ സന്തോഷം ഇങ്ങോട്ട് വന്നതിൽ. പക്ഷെ നമ്മളിപ്പോ ഈ കൊച്ചി എന്ന് പറയുന്ന ഒരു വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. ഇപ്പം ഇവിടെ കൊച്ചിക്കാരെന്ന് പറഞ്ഞൊരു ആൾക്കാർ ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ, എല്ലാം പല സ്ഥലങ്ങളിൽ നിന്നുള്ളത്. അപ്പൊ നിങ്ങൾ വേറൊരു സമീപനം സ്വീകരിക്കേണ്ടി വരും ഇവിടുത്തെ ആൾക്കാരുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഇവിടെ യൂസ്ഡ് കാറിനൊക്കെ നല്ല വിലയുണ്ട്. അപ്പൊ ഞാനൊക്കെ എപ്പോഴും പല വണ്ടികളും കണ്ട് കൊതിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് തൊടാൻ പറ്റാത്ത വില ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് താരതമ്യേന വില കുറവായിട്ടാ തോന്നിയത്. ഒന്ന് വാങ്ങിയത് തന്നെ. ആ കിടക്കുന്ന 6,000 വില ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത 1 കോടിക്ക് മുകളിലുള്ള ഒരു സാധനമായിരിക്കും. 3.5 ഒക്കെ ഉണ്ട് ഓൺ റോഡ്. ഞാനൊരു സഫാരി കാർസിന്റെ പ്രത്യേകം പറഞ്ഞുതരാം. ഇത് അന്ന് ഇറങ്ങുമ്പോൾ 3 കോടിന്റെ മുകളിൽ വില ഉണ്ട്. അത് RC തന്നെ പ്രൈസ് നോട്ട് ചെയ്ത് വരുന്ന സാധനമാണ്. പിന്നെ കേരളത്തിൽ ഈ ഒരു വണ്ടി ഉള്ളൂ എന്നാണ് എന്റെ അറിവിൽ. V10 സ്പൈഡർ. നമ്മളെ ബൈച്ചേട്ടൻ ഞാൻ മരുഭൂമിക്ക് മണലേറ്റാണ് ആൾക്കാർ. ലംബോർഗിനിന്റെ എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ വരുന്ന സെയിം സ്പോർട്സ് കാറാണ്. ഉദ്ഘാടന ഓഫറാണ്. ബൈച്ചേട്ടന്റെ വീഡിയോയിൽ ഒരു ഓഫറും കൊടുക്കാം. ഞാൻ പനിയനോട് ഡിസ്കസ് ചെയ്തു. ആള് പറയുന്നുണ്ട് ഇതാണ് ഹഫ്സിൻ. അതായത് എനിക്കറിയാം, ഇവിടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ആളാണ്. ഇവരാണ് ഇതിന്റെ ഓളിനോള്. പുള്ളിക്കാണ് ഈ ഷോറൂമിന്റെ ചാർജ്. പുള്ളിയാണ് ഇതിന്റെ ഹെഡ്. കാരണം ഇന്ത്യയിലാറ് വണ്ടിപ്രാന്ത് ഇപ്പൊ പുള്ളിക്ക് കയറി. അങ്ങനെ കയറിയാലേ എനിക്ക് ഫ്രീ ആവാൻ പറ്റുള്ളൂ. ഞാൻ പുള്ളിയോട് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോ ഞങ്ങള് തീരുമാനത്തിലെത്തി ഒരു ഓഫറിൽ കൊടുക്കാം. ഇതൊരു സ്പെഷ്യൽ ഓഫറാണ്. ബൈജേട്ടന്റെ വീഡിയോ നാളെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കാം. നാളെ തന്നെ ഡെലിവറിയും കൊടുക്കാം. അത് പ്രൈസ് ഔട്ട് ചെയ്ത് കരുതിയിട്ട് ഇതിന് വില കുറച്ച് കാണരുത്. 69 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം. ഇനി എവിടെങ്കിലും ഇങ്ങനത്തെ ഒരു റേറ്റ് ഉണ്ടെങ്കിൽ ആളുകൾ പറയട്ടെ അല്ലേ. അത് സ്പൈഡർ ഉണ്ടാവില്ല. അതെ അതാണ് നമ്മളൊരു ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇപ്പൊ നമ്മളെ മൊത്തം കച്ചവടം പിന്നെ നമ്മള് സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം. പ്രോഫിറ്റ് ലേസം നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്, നമ്മൾ ലാഭം എടുത്തിട്ട് തന്നെ കച്ചവടം ചെയ്യുന്നത്. കാരണം കസ്റ്റമർക്ക് കൊടുക്കേണ്ട വാല്യൂ കൊടുത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കൊടുത്തോളം മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പിടിച്ചേക്കാൻ കഴിയില്ല. അപ്പോൾ അതിലൊരു ലിമിറ്റേഷൻ വരുത്തിയിട്ട് പിന്നെ നമുക്ക് ലോൺ ഇല്ലാത്തത് കൊണ്ട് കസ്റ്റമർ നമ്മളെ വിട്ടുപോകരുത്. അവരെന്നെ ലോണൊക്കെ റെഡിയാക്കും. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ ഒരു ഓഫർ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അതാണ് നമ്മളൊരു അൻഫലിന് ലോൺ ഇല്ലെന്നുള്ള അല്ലേ? ഇല്ല, ലോണൊന്നും ഇനി അതെന്താ സംഭവിച്ചാലേ നമ്മള് ആദ്യം മുതൽ അതൊരു നമ്മളൊരു മുദ്രാവാക്യാണ്. ട്രസ്റ്റ് ആൻഡ് വാല്യൂ. ലോൺ ഇല്ലാതെ നമ്മൾ എത്തിക്സ് കീപ്പ് ചെയ്തിട്ട് മാത്രം. നമ്മുടെ സ്റ്റാഫുകൾ ചിലപ്പോൾ ഹൈ പ്രൊഫഷണൽ അല്ലായിരിക്കും. ഹൈ പ്രൊഫഷണൽ അല്ലെങ്കിലും അവർ ട്രസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ടീമാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ആ ലോണില്ലാതെ നമ്മൾ ഇതെങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചിട്ടേക്കാരം ഇനി അടുത്ത ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പതിയെ ഉള്ളത് കൊണ്ട് സ്വരൂപിച്ച് നമ്മൾ ഇതിവിടെ നടന്നപ്പോഴത്തിന് നാട്ടിൽ 2-3 സ്ഥലം ഞാൻ വിറ്റൂലേ. അപ്പൊ അത് അല്ലാതെ ഇവിടെ പണിയുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വൈകിട്ട് വന്നപ്പോൾ പറഞ്ഞു ഇതിൻ്റെ അവിടെ ഒരു 5 സെന്റാണ് ഈ സീലിംഗ്, വേറൊരു 7 സെന്റാണ് കടം വേണ്ടല്ലോ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫേസ്ബുക്കിൽ ഒരു ഓൺലൈൻ പോസ്റ്റ് കണ്ടു. അതായത് ഓൺലൈൻ മീഡിയാസിനെ അറിയാലോ, ഇത് അൻഫൽ സഫാരി കഠിനാധ്വാനം കൊണ്ട് വളർന്നു വന്ന നല്ല പോസ്റ്റാണ്. പക്ഷെ കമന്റ് ബോക്സിൽ എല്ലാവരും സപ്പോർട്ടാണ്. കുറച്ച് കമന്റുകൾ അല്ലേ, ഒരിക്കലും ഒരു 3 വർഷം കൊണ്ട് ഇങ്ങനെ ഷോറൂം തുടങ്ങാൻ പറ്റില്ല. 3 വർഷം അല്ല, അതുപോലെ 10-13 വർഷമായിട്ട് ഇങ്ങനെ എത്ര രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി ഇത്ര ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഒരു ഷോറൂം തുടങ്ങാൻ പറ്റില്ലേ, പിന്നെ എന്തിനാ ബിസിനസ് അല്ലേ? ഇത് അത്ര വലിയ സംഭവം ഒന്നല്ല. ഇത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കേസാണ്. ആത്മാർത്ഥത വേണം, സത്യസന്ധമായിട്ട് ചെയ്യണം. ആര് വന്നാലും നമുക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയണം അല്ലേ? വണ്ടികൾ അതെ. ഇവിടെ റേഞ്ച് റോവർ സൈഡും ഇപ്പൊ നമ്മള് എല്ലാ കാറ്റഗറിയും വണ്ടി ഉണ്ട് ബൈച്ചേട്ടാ. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റേഞ്ച് റോവറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങണ ഇവോക്കാണിത്. വെറും 12,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഒരു
ന്യൂ ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുക്കണേ അതേ ഫെസിലിറ്റിയിൽ എടുക്കാം. ഷോറൂം ഞങ്ങൾ ആ ലുക്കിലാക്കിയിട്ടുണ്ട്, ഡെലിവറി അതേ ലുക്കിലാണ്, വണ്ടി അതേ കണ്ടീഷനിലാണ്. 12,000 കിലോമീറ്റർ വാറണ്ടി ഒക്കെ ബാക്കിയുണ്ട്. 24 മോഡലാണ്. ഒറ്റ ഷേപ്പിലെ വണ്ടി വരുന്നുള്ളൂ 2024. അപ്പോൾ 85-ന്റെ 90 ലക്ഷത്തിന്റെ ഇടയിലാണ് പ്രൈസ് എന്നാണ് ഇപ്പൊ ഞാൻ അറിയാൻ കഴിഞ്ഞത്. കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോൾ അന്ന് GST പ്രൈസ് വന്നിട്ടില്ല. 90 ലാക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതൊരു ബെറ്റർ പ്രൈസിൽ കൊടുക്കാം. ഇപ്പത്തെ പ്രത്യേകിച്ച് ബൈജേട്ടന്റെ വീഡിയോ ആണ്. ഫസ്റ്റ് നമ്മൾ കൊച്ചി ഷോറൂമിൽ വന്നിട്ടുള്ള ഔട്ടിംഗ് ആണ്. അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള ഓഫറുകൾ ഇന്നും ഉണ്ടാവും, എന്നും ഉണ്ടാവും. കാരണം ബൈജേട്ടനെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ അപ്പൊ ഇത് നമ്മൾ വില ഓരോന്നിന്റെ പറയുന്നില്ല, കാരണം നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പറയാം, അതെന്താ വെച്ചാൽ നമുക്ക് ധൈര്യം ഉണ്ട്, കോൺഫിഡന്റ് ഉണ്ട്, അവരന്വേഷിക്കട്ടെ. അതായത് ഒരു 69 ലക്ഷം രൂപയാണ് ആസ്കിങ്. നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി നല്ലൊരു ഡിപ്രിസിയേഷൻ തന്നെ അടിപൊളിയായിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മളെ മെർസിഡീസിന്റെ സ്പെഷ്യൽ AMG കൂപ്പെ. ഇത് ലോ കിലോമീറ്റർ 28,000 കിലോമീറ്റർ. പിന്നെ 2019 മോഡല്. ഈ AMG ഒക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വരിക, നമ്മൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതൊരു വണ്ടി എടുത്തോന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോവാം, ചെക്ക് ചെയ്യണ്ട. നമ്മൾ പറയുന്ന അതുകൂടെ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിവിടെ കിടക്കുന്ന ഈ പ്രീമിയം വണ്ടികളെല്ലാം സർവീസ് റെക്കോർഡ്സ് ഒക്കെ നിങ്ങൾ പരിശോധിച്ചിട്ടാണോ വിൽക്കുന്നത്? ആണ്. ഇപ്പൊ നമ്മളിവിടെ കൊച്ചിയിൽ വന്നതിന് ശേഷം ഈ വണ്ടി നമ്മൾ ഇവിടുന്ന് ഒരു പ്രശസ്ത ഷോറൂമിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. സ്പോട്ടാണ്. അപ്പൊ ഇത് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട് പറഞ്ഞാൽ വലുതാ. വിൽക്കാൻ പണിയില്ല. നമ്മളെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടിയത് വിൽക്കാം. ഇപ്പൊ ബജറ്റിന് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ബജറ്റിനോട് എന്താ പറയുന്നോ, നിങ്ങൾ ഇത് ഓടിക്കണ്ട, ചെക്ക് ചെയ്യണ്ട, ഹിസ്റ്ററി എടുക്കണ്ട, ചാവി തരും. എന്നിട്ട് 10 ദിവസം, ഒരു യൂസ്ഡ് കാറല്ലേ, ഫ്രീ ഓൺഡ് കാറാണ്, ഒരു 10 ദിവസം ബൈജേട്ടൻ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും ബൈജേട്ടൻ കണ്ടാൽ ഒന്നും വേണ്ട, നേരെ റിട്ടേൺ വന്നാൽ മതി. ഈ ഡോർ ഓട്ടോമാറ്റിക്കലി തുറയും, ഉള്ളിൽ കയറാം. അവിടെ ഇരുന്ന ബൈജേട്ടന്റെ ഫണ്ട് റീഫണ്ടാണ്. വേറെ മാറ്റിത്തരാ, എക്സ്ചേഞ്ച് ചെയ്ത് തരാ, ഇങ്ങനത്തെ വാക്കുകളൊന്നുമല്ല. ഇത് പറയുന്നത് ഞങ്ങൾക്ക് വേറെ ബ്രാൻഡ് അംബാസഡർ ഒന്നുമില്ല, ഞാൻ തന്നെയാണ് ബ്രാൻഡ് അംബാസഡർ, ഞങ്ങൾ തന്നെയാണ് ബ്രാൻഡ് അംബാസഡർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസ് അതാണ്. അല്ല, അതൊരു ഭയങ്കര സംഭവം ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ധൈര്യമായിട്ട് തിരിച്ചു പൈസ തരാം എന്ന് പറയുന്ന ഒരു സംഭവമാണത്. അത് നമ്മൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ധൈര്യമാണ്. അപ്പൊ നിങ്ങൾ ഈ ഇപ്പം സർവീസ് റെക്കോർഡ്സ് നോക്കുന്നതിൽ അപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾ വേറെ പരിശോധനകളുണ്ടോ? നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാനായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ വന്നപ്പോൾ ഒരു 160 എത്ര ചെക്കിംഗ് പോയിന്റ് ഉണ്ട്, 160ഓളം ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. എൻ്റെ അനിയനെ ഞാൻ എന്ത് ചെയ്ത്, ഇവൻ ഓൾറെഡി ചെറുപ്പത്തിൽ ഞാനൊരു പണിയെടുത്ത്, ഇവൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിരുന്നു, ഒരു മണ്ണാർക്കാട് ഒരു വർക്ക്ഷോപ്പിക്ക് പറഞ്ഞയച്ചു. വർക്ക്ഷോപ്പിക്ക് എന്നിട്ട് പറഞ്ഞു നല്ലോണം പണിയെടുപ്പിക്കും. അതായത് ഫുള്ള് കംപ്ലീറ്റ് പുള്ളി വണ്ടിൻ്റെ ഹാർട്ടൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനും കാര്യങ്ങളും അങ്ങനെ പഠിച്ചു വന്നുകൊണ്ട് ഇവൻ ഇതിൻ്റെ A to Z കാര്യം അറിയാം. അതേപോലെ 5ാമത്തെ അനിയനപ്പോൾ ഞാൻ വാല്യുവേഷൻ്റെ കോഴ്സിന് വിട്ടു. നമ്മളെ കോഴ്സ് കഴിഞ്ഞിട്ട് അഡീഷണൽ വേറൊരു കോഴ്സ് കഴിഞ്ഞു. അങ്ങനെ അവരും ചെക്ക് ചെയ്യും. പഠിക്കാത്ത ആള് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിയതാണ്. പിന്നെ പ്രൊഫഷണൽ ടീമുണ്ട്, അവരെ ചെക്കിങ് കഴിഞ്ഞ് നമ്മളെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുള്ളൂ. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അതിൽ ഫാൾട്ട് വന്നാൽ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ വണ്ടി നമ്മളെടുത്ത് ഡെഡായി പോകും. ഇത്രയും ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇത്രയും ഓപ്ഷൻസുകൾ ഉണ്ടെങ്കിലും റേഞ്ച് റോഡിന് കസ്റ്റമർ പറയണം എനിക്കൊന്ന് ജയലാറിൽ കൊണ്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കും. അതായത് ഇപ്പൊ എല്ലാ ബ്രാൻഡും കൊച്ചിയിലുണ്ടല്ലോ. കരുവാരകുണ്ട് ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കരുവാരകുണ്ട് ഷോറൂം പോകണമെങ്കിൽ ഒന്നിലേക്ക് കോഴിക്കോട് പോകണം, കൊച്ചിയിൽ വരണം. അപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് അവിടെ ബുക്ക് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓണറേറ്റിനെ പർച്ചേസ് ചെയ്യുള്ളൂ. എളാപ്പാന്റെ കുട്ടി അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ കുട്ടി, മൂത്താപ്പാന്റെ കുട്ടി, അങ്ങനത്തെ പരിപാടി ഇല്ല. അനുഭവം ഗുരു, നമ്മൾ ഇതിനാണല്ലോ പഠിക്കുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ അത്രയും ചെക്കിംഗ് പോയിന്റുകൾ കഴിഞ്ഞിട്ടാണ് ഒരു കസ്റ്റമർക്ക് നമ്മൾ കൈമാറുന്നത്. നമ്മളൊരു എത്ര വഴക്കം മുതലുള്ള വണ്ടികളാണ് നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത്? ഞാൻ സത്യത്തിൽ ഇത് ഇന്നൊരു വണ്ടി ആഗ്രഹിച്ചു തന്നെ അൾട്ടോ കാർ മുതൽ ഇന്നിപ്പോൾ ഇത് 1 കോടി രൂപ റേഞ്ചിലുള്ള വണ്ടി വരെ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട്. എല്ലാ വണ്ടിയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം എറണാകുളം കപ്പാസിറ്റി എന്ന് പറയുന്നത്, സങ്കടത്തോടുകൂടി ഞാൻ പറയുന്നത്, ഇവിടെ ഒരാൾ ഇപ്പോൾ ഒരു സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഇന്നോവ ക്രിസ്റ്റയോ വന്നു കഴിഞ്ഞാൽ അവർക്ക് വണ്ടി ഇവിടുന്ന് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ അവരെ നമ്മൾ വെൽക്കം ചെയ്യണു, ഇവിടെ ഇരുത്തണു. കരുവാരകുണ്ടത്തെ വണ്ടി വെക്കാൻ ഞാൻ ഇവിടെ എക്സിക്യൂട്ടീവിന് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വണ്ടികൾ എല്ലാ വണ്ടി ഇവിടെ നമ്മൾ കാണിക്കും, സ്ക്രീനിൽ കാണിക്കും. അവർക്ക് വണ്ടി ഇവിടുന്ന് വാങ്ങിക്കാം. പക്ഷെ വണ്ടി ഡിസ്പ്ലേ ചെയ്യാനില്ല, ഇത് കൊച്ചി ആയതുകൊണ്ട് സ്പേസ് കമ്മിയില്ല. അപ്പൊ നമ്മളൊരു പ്രീമിയം വണ്ടികൾ മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. അത് നമ്മൾ
ഒരു 10 ലക്ഷം രൂപ മുതൽ ഇപ്പോൾ 1 കോടി രൂപ വരെയുള്ള വണ്ടി ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ഇനാഗ്രേഷൻ കഴിയുന്നത് വരെ ഞങ്ങൾ വണ്ടി ലിമിറ്റ് ചെയ്യും. ഇനാഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൻ കളക്ഷൻസ് വരാണ്ട് നമ്മൾ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വേറെ കാര്യമാണ് പറയട്ടെ, ഇവിടെ ഒരു ചെറിയ വണ്ടി കിടപ്പുണ്ട് താഴെ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു വണ്ടി എടുക്കുന്ന സ്ഥിതിക്ക് എൻ്റെ ജിംനി ഇവിടെ അൻഫലിന് വിറ്റിട്ടുണ്ട്, അതിവിടെ കിടക്കുന്നുണ്ട്. അത് ജിംനി വേണ്ടവർ അല്ല 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ 4 പുതിയ ഓൾ ടെറൈൻ ടയേഴ്സ് ഉണ്ട്, പിന്നെ PPF ഉണ്ട്, പിന്നെ കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ വൃത്തിയോടെ ഇല്ലാത്ത എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. അത് വേണ്ടവർ പരസ്യം കൂടെ ആയിക്കോട്ടെ. ജിംനി വേണ്ടവർ എത്രയും പെട്ടെന്ന് അതിൽ കയറുമ്പോൾ തന്നെ പറയും ഞാൻ ഇന്നൊന്നില്ല അത് വെൽക്കം ടു കേരളത്തിലെ ഫസ്റ്റ് ഓട്ടോമാറ്റിക് ആണ്. അതെ കേരളത്തിലെ ഫസ്റ്റ് ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് മോഡലാണ്. ഇവിടെ അങ്ങനെ കുറെ റെക്കോർഡിൽ വണ്ടികളുണ്ട്. നമ്മളിത്തിരി S90 ഉണ്ട്. ഇപ്പൊ വോൾവോന്റെ ഒരാൾ വന്നപ്പോൾ പറഞ്ഞു അത് ആ ലിമിറ്റഡ് എഡിഷൻ വണ്ടി. പിന്നെ ഏറ്റവും പുതിയ C ക്ലാസ് അല്ലേ 2024 കിലോമീറ്റർ 20,000 അല്ലേ 20,000 കിലോമീറ്റർ സാധനമാണ്. അതെ അതെ. അടുത്ത C ക്ലാസ് എത്ര കിലോമീറ്ററാ? 60,000 കിലോമീറ്റർ. C ക്ലാസ്സിൽ ഏകദേശം 4-5 വണ്ടികളോളം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഒരു 100-100ഓളം വണ്ടികൾ ഞങ്ങളെ കളക്ഷൻസിലുണ്ട്. നമ്മൾ കൊടുത്ത വണ്ടികൾ വിൽക്കാനുണ്ട്, നമ്മളെ കസ്റ്റമർ കയ്യിലുള്ള വണ്ടികളുണ്ട്. അപ്പൊ അത്രയും സ്റ്റോക്ക് ഞങ്ങളൊരു ബാക്ക് യാർഡും പാടെ നോക്കിക്കൊണ്ടിരിക്കും. അതെനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ ചോദിച്ച ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ആ വണ്ടി എടുത്തു തന്നു. അതും വേണ്ടത് ഒന്ന് നോക്കി പറയാം എന്ത് വണ്ടിയാണ് വേണ്ടതെന്ന്. അപ്പൊ വീണ്ടും നമ്മൾ 2 സ്പോട്ട് ഈ സ്പോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മ ഫസ്റ്റ് വണ്ടി കയറ്റി എന്ന് പറഞ്ഞത്. ആ സ്പോട്ട് ഒരു 35,000 കിലോമീറ്റർ ഓടിയ സ്പോട്ടാ. അത് ഞങ്ങൾ കരുവാരകുണ്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഇങ്ങോട്ട് ഫസ്റ്റ് വണ്ടി കയറ്റാൻ വേണ്ടിട്ട് തന്നെ കൊണ്ടുവന്ന് ഫസ്റ്റ് വണ്ടി കയറ്റി ഫസ്റ്റ് അതിന്റെ അപ്പൊ ആ വണ്ടി നാളെ ഡെലിവറിയാണ്. പിന്നെ ഇതിപ്പോ 2020 മോഡല് 21 മോഡല് 21 രജിസ്ട്രേഷൻ. ഇതൊക്കെ കണ്ടോ, ഇതിനൊക്കെ ഇടപെടുന്നുണ്ടെങ്കിലും അവിടെ കിടക്കുന്നത്. അപ്പൊ കസ്റ്റമർ വരുമ്പോഴേ ചിലപ്പോ ഞാൻ അവര് വിചാരിക്കും ഇന്റെ അടുത്ത ഫുള്ള്, പക്ഷെ ഓൻ്റെ അടുത്ത ഫുള്ള് ഞാനൊക്കെ കൂടെ പായുന്നുണ്ടോ ഇത്. പിന്നെ ഇവിടെ നല്ല കോഫി മേക്കറും. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം അൻഫലിനോട് പറയുകയും ചെയ്തു, ഇതിന് ഹോട്ടൽ സഫാരി എന്ന് വേണം പേരിടാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മളോട് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഊണ് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാക്കിയ ഫുഡ് അല്ലേ, നല്ല ചിക്കൻ കറിയും ഊണ് ചോറൊക്കെ തന്നിട്ട് വിട്ടു. അപ്പൊ നിങ്ങൾ ഇവിടെ ഇത് തുടങ്ങുമ്പോഴേ ആദ്യം തുടങ്ങി അടുക്കളയല്ലേ? ആദ്യം തുടങ്ങി കിച്ചൺ. മലപ്പുറംകാരുടെ പ്രത്യേകത എക്സ്പീരിയൻസ് ഇല്ലേ ഒരു താത്തുണ്ട്, ഷെഫ്. പുള്ളി കാറ്ററിംഗിലും ഷോറൂമിലും പിന്നെ മെട്രോയിലൊക്കെ ഫുഡ് വെച്ചിരുന്ന ആളാണ്. പണി നടക്കുന്ന ശബ്ദം ഫുഡ് വെച്ചിരുന്ന ആളാണ്. അപ്പൊ പുള്ളിനെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്ത് പുള്ളി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരും. ഉച്ചക്ക് ഫുഡ് ഉണ്ട്, രാത്രി ഫുഡ് ഉണ്ട്, പിന്നെ എല്ലാ ഈവനിങ്ങിൽ സ്നാക്സ് ഉണ്ട്. നമുക്ക് ഗസ്റ്റ് വരികയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും വരുമ്പോൾ വിളിക്കുമ്പോ അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്യും. എല്ലാ സൗകര്യം ഉണ്ട് അവിടെ. എനിക്ക് പെരും ടെൻഷനായി. അതായത് ഞാൻ എന്റെ ചെറുപ്പം മുതലേ വീട് വിട്ട് നിന്നിട്ടില്ല. ടൂറ് പോകും 3 ദിവസം 4 ദിവസം. പിന്നെ ഇപ്പൊ ഈ യൂട്യൂബ് രംഗത്തൊക്കെ വന്നതിന് ശേഷമാണ് ഒരു 10 ദിവസം 15 ദിവസമാണ് ഞാൻ മാക്സിമം വീട്ടിൽ നിന്ന് വിട്ടുന്നിട്ടുള്ളൂ. അതിന്റെ അപ്പുറം വീട്ടിൽ നിന്ന് ഇവിടെ വർക്ക് കൊടുന്നപ്പോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവ ഇവിടെ സേഫായി. ഇവ ഇവിടെ വന്നപ്പോ ഇത്രയും കാലം ഞങ്ങൾ കൂട്ടിലിട്ട് വളർത്തിയത് ഇവിടെ വന്നപ്പോ ഫ്രീ ആയി, ഇവിടെ സെറ്റായി. അപ്പൊ വൈഫിനെ കൊടുത്തിട്ടില്ലോ. കഴിഞ്ഞ പ്രാവശ്യം പോന്നപ്പോ എന്ത് ചെയ്യുന്നു, ഓന്റെ വൈഫിനെയും കുട്ടിനെയും എന്റെ വൈഫിനെയും കയറ്റിട്ട് ഇവിടെ പോകുന്നു. അപ്പൊ അവരോട് നിർത്തി. അപ്പൊ ഇതൊരു GLA AMG ആണ്. ഇതൊരു സ്പെഷ്യൽ കാറാണ്. പിന്നെ ലോ കിലോമീറ്റർ ആണ്. പിന്നെ മെർസിഡീസിൽ തന്നെ അല്ല ഞാൻ ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്. അല്ല ഇത് കാണുന്ന എല്ലാവർക്കും അറിയാത്തോണ്ട് പറഞ്ഞ കുഴപ്പമില്ല. എനിക്ക് സത്യത്തിലൊരു അതെ ഒരു പോക്കറ്റ് റോക്കറ്റ് ആണ്. പോക്കറ്റ് റോക്കറ്റ് ആണ്. അത് 306 BSP 2 ലിറ്റർ പെട്രോൾ തകർപ്പൻ സാധനം. പിന്നെ Audi A3 ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരാൾക്ക് പ്രീമിയം കാർ വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രൈസ് പറഞ്ഞു കൊടുക്കുക. ഇനി വേറെ ഒന്നുണ്ട്, ഇതിന്റെ A4 ഉണ്ട്, ഒരു 12 ലക്ഷത്തിന്റെ ഉണ്ട്, 14 ലക്ഷത്തിന്റെ ഉണ്ട്. പക്ഷെ അത് 12 ലക്ഷം ആണെന്ന് കരുതിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. 12 ലക്ഷത്തിന്റെ വണ്ടിയാണെങ്കിലും നമ്മൾ കൊടുക്കാൻ പറ്റുന്ന എല്ലാ വാറന്റി നമ്മൾ കൊടുക്കും. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത വണ്ടി നമ്മൾ ചിലപ്പോൾ സെല് ചെയ്യേണ്ടി വരാം. ഒരു കസ്റ്റമർ വരിക കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട് വണ്ടിക്ക്, ഈ വണ്ടികൾ എടുക്കണം, അതിന്റെ വില കുറച്ച് തരുന്നുണ്ട്, ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും. പക്ഷെ ആ വണ്ടിക്ക് ഞങ്ങൾ സഫാരി കാർസിന്റെ ഗ്യാരണ്ടിയോ വാറന്റിയോ കൊടുക്കൂല. അത് നമ്മൾ ഡിസ്പ്ലേയിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ എഴുതും നോ വാറണ്ടി നോ ഗ്യാരണ്ടി പറഞ്ഞിട്ട് കൊടുക്കും. അത്തരം വെഹിക്കിൾസ് നമുക്ക് വരാറുണ്ട്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യയിൽ ഒരേ ഒരെണ്ണമുള്ള S90 സ്പെഷ്യൽ എഡിഷൻ. അതെ,
ഇതിന്റെ വിലയൊക്കെ പ്രഖ്യാപിച്ചോ? അത് പ്രഖ്യാപിച്ചു. ഇതൊരു വില പറഞ്ഞു കൊടുക്ക്. ബുക്കിംഗ് ആയോ? ആണോ? അവന് പറഞ്ഞിട്ടില്ല, വില പറയണ്ട. ഇതെങ്ങനെ വന്നതെന്ന് അറിയാം. നമ്മൾ ആ റേഞ്ച് റോവർ സ്പോട്ടില്ലേ, ആ കസ്റ്റമർ വണ്ടിയായിരുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം എക്സ്ചേഞ്ച് ഫെസിലിറ്റി നന്നായിട്ട് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന വണ്ടികള് ക്ലീൻ വണ്ടിയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. പറ്റ മോശം വണ്ടിയൊക്കെ നമ്മൾ ഒഴിവാക്കി വിടും. ഇതൊരു AMG ഗ്രില്ലോട് കൂടിയ വാഹനമാണ്. പക്ഷേ AMG അല്ല. AMG അഡീഷണൽ ചെയ്തതാണ്. ഇപ്പൊ ലോ കിലോമീറ്റർ വണ്ടികൾ മാക്സിമം ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഇപ്പൊ നമ്മുടെ ഷോറൂമിൽ കിടക്കുന്നതിൽ ഒരു 80% വെഹിക്കിളും ഒറിജിനൽ കേരള വെഹിക്കിളാണ്. അത് ഞാൻ ചോദിക്കാറുള്ള കാര്യം, നമ്മൾ അതർ സ്റ്റേറ്റ് എടുക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതില് മാക്സിമം സൂക്ഷ്മത പുലർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അതർ സ്റ്റേറ്റിലൊക്കെ പോയിട്ട് പണ്ട് വണ്ടി എടുത്തിരുന്നു. ഇപ്പൊ നമ്മൾ പോകുമ്പോൾ 10 വണ്ടി 15 വണ്ടിയൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് 1-2 വണ്ടിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇവിടെ വന്ന വണ്ടികൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കും. ഒരു ഡൽഹി ഇന്നോവ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്തിച്ചു തരുമോ? അയ്യോ, ഇന്നോവ ക്രിസ്റ്റ പറയണ്ട. കരുവാര കൊണ്ട് 45 ഏക്കറിലല്ല, 75 സെന്റിലും നമ്മളാക്കിയത് ശരിക്കും ഇന്നോവയും ഇന്നോവ ക്രിസ്റ്റയാണ്. അപ്പൊ ഇപ്പോഴും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞ ഫസ്റ്റ് കോൺഫിഡന്റ് എന്റെ കരുവാര കൊണ്ടില്ല എന്റെ ഷോറൂമിൽ. അത് അവിടെ ആ കച്ചവടം ഞങ്ങൾക്ക് എന്നുണ്ട്. പക്ഷെ അവിടെ പ്രീമിയം കാറും ഉണ്ട്. അവിടെ ഇപ്പൊ ഒരു 10-15 വണ്ടി പ്രീമിയം വണ്ടി ഉണ്ടാവും. അവിടെ റേഞ്ച് റോവർ വോഗ് ഉണ്ട്, ഇവോക്ക് ഉണ്ട്, C ക്ലാസ് ഉണ്ട്, A4 ഉണ്ട്, മിനി കൂപ്പർ കൺട്രിമാൻ ഉണ്ട്. ഇതൊക്കെ അവിടെ സ്റ്റോക്ക് ഉണ്ട് നിലവിൽ. അവിടെ രണ്ടും മിക്സ് ആയിട്ട് ചെയ്യും. ഇനി അവിടെ Q5 അല്ലേ? അത് Q5 നമ്മൾ മുന്നേ കൊടുത്തൊരു വണ്ടിയാ കസ്റ്റമർക്ക്. നമ്മൾ സെയിൽ ചെയ്ത വണ്ടിയാണ്. ഇപ്പൊ ആ കസ്റ്റമർ രണ്ടാമത് റിട്ടേൺ തന്ന് ഏതോ വണ്ടി എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ ഒരു വണ്ടി. അപ്പൊ അതൊക്കെ നമ്മൾക്ക് വണ്ടി കൊടുക്കണ മാത്രമല്ല, ആ കൊടുത്ത കസ്റ്റമറെ നമ്മൾ മരണം വരെ വിടരുത്. അത് നമ്മളെ ഫാമിലിയാണ്. അപ്പൊ മാക്സിമം ട്രീറ്റ് ചെയ്യും. അതെ, അത് കച്ചവടത്തിന് മാത്രമല്ല. ഇപ്പോ ഞാൻ ഇവരോട് പറയും, സാധാ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഇത്ര സൂക്ഷ്മത പുലർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ ബൈജേട്ടന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോ പുറത്ത് ഗ്ലാസിന്റെ അപ്പുറത്ത് 2 ആൾ വന്നു. അവർ വണ്ടി എടുക്കാനാവാം, ചിലപ്പോൾ ആവാതിരിക്കാം. പുള്ളിനെ നോക്കി ഞാൻ അവർക്ക് ഹായ് കൊടുത്തു, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഓവർ ടെൻഷനാണ്. ഇവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ നമ്മളെ വ്യൂവേഴ്സാണ്, ഫോളോവേഴ്സാണ്. ബിസിനസ് അല്ല, അവർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ മാക്സിമം ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഷോറൂമിൻ്റെ പ്രത്യേകത ഏതാണ്? എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ഉണ്ടാവും. നിങ്ങളിപ്പം ഇവിടെ വണ്ടി എടുക്കാൻ അല്ലെങ്കിൽ പോലും നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് യൂട്യൂബിൽ കാണുന്ന അൻഫിലോട് ഉണ്ടാവും. വെള്ള ഇട്ട് ആരുണ്ടോ നോക്കിയാൽ മതി, അൻഫിലായിരിക്കും. വന്ന് പരിചയപ്പെട്ടൊക്കെ പോകാം. പിന്നെ വണ്ടികൾ ഇഷ്ടമുള്ളവർ കൂടെ ഒന്ന് പടം എടുക്കാൻ അതൊക്കെ തീർച്ചയായിട്ടും അതെല്ലാം സ്വാഗതം. മലപ്പുറംകാരെല്ലാ കാര്യത്തിലും വെൽക്കമിംഗ് ആണ്. ആഹാരത്തിന്റെ കാര്യത്തിലായാലും അതെ. അതുകൊണ്ട് അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും മുഖം വീർപ്പിക്കുന്ന ആരുമില്ല ഇവിടെ. പിന്നെ MLകൾ 2 ML 3 ML ബെൻസിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ GLE ഉണ്ട്. GLE 3 വണ്ടി ഉണ്ട്. ഇതൊക്കെ ലോ കിലോമീറ്റർ. ഇതൊന്ന് പറഞ്ഞു കൊടുക്കും പെട്ടെന്ന്. ഒക്കെ ലോ കിലോമീറ്റർ വെഹിക്കിൾസ് ആണ്. ഉണ്ട്. ഇതിന്റെ ഒരു പ്രൈസ് ഒന്ന് ഓടിച്ച് പറഞ്ഞു കൊടുത്തോ. അതായത് 28ന്റെ GLE ഉണ്ട്, അതേപോലെ 50 സംതിങ്ങിന്റെ ഉണ്ട്, 60 സംതിങ്ങിന്റെ ഉണ്ട്. ഇനി GL 2 വെഹിക്കിൾസ് ഉണ്ട്. ഒന്ന് നെട്ടിക്കുന്ന ഓഫറിൽ കൊടുക്കാം. അതായത് വെറും 23.5 ലക്ഷം രൂപക്ക് GL. പക്ഷെ ഇതിന്റെ കിലോമീറ്റർ ഏട്ടങ്ങൾ നെട്ടും 1,80,000 കിലോമീറ്റർ. 1,80,000. വേറൊരു കാര്യം പറയാം, ഇവർക്ക് ഒരു 10 ദിവസം വാറണ്ടിയും ഗ്യാരണ്ടിയും കൊടുക്കാം. അപ്പൊ അത്ര കണ്ടീഷനാണ്. ന്യൂ AMGന്റെ അലൈവിയിലും കാര്യങ്ങളൊക്കെ ഇട്ട് ചെറിയ പ്രൈസിൽ ഒരു GL കിട്ടാണ്. നമ്മൾ തന്നെ കൊടുത്ത പിന്നെ നമ്മൾ തിരിച്ച് പോർഷെ മെക്കാൻ കൊടുത്തിട്ട് തിരിച്ചെടുത്തതാണ്. അതേപോലെ ഇത് GL 350. ഇനി ലോ കിലോമീറ്റർ ആണെന്നുള്ളവർക്ക് 80,000 കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള വണ്ടി. അങ്ങനെ GL ഇനിയുണ്ട്, വണ്ടികളുണ്ട്. പിന്നെ താഴേക്കാണ് നമുക്ക് താഴെ നമ്മുടെ ജിംനിയുടെ കിടപ്പുണ്ട്. ഇത്രയും വലിയ വമ്പന്മാർക്കിടയിൽ പാവപ്പെട്ട ജിംനി കിടക്കുന്നു. അതെ, ഇത് ഷോറൂം പോയി ചേട്ടാ ഒന്നും ഫിനിഷായി കയ്യിൽ വരുന്നുള്ളൂ. അതെ, ഇനിയും തീരാനൊക്കെ എന്നാലും ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. ഇന്ന് ലാസ്റ്റ് സ്റ്റേജ്. എന്തൊക്കെ ഉദ്ഘാടന പരിപാടികൾ എങ്ങനെയാണ്? ഉദ്ഘാടന പരിപാടി എന്ന് പറഞ്ഞാൽ എത്ര മണിക്കാണ്? 8-ാം തീയതി ഈവനിങ്ങിൽ 4 മണിക്കാണ് നമ്മൾ പ്രോഗ്രാം. ആഫി ചെറിയ ബ്രദറാണ്. അപ്പോൾ പിന്നെ ഈവനിങ്ങിൽ 4 മണിക്കാണ് പിന്നെ പരിപാടി. നമ്മളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മളെ പിന്നെ രാജീവ് സാറുണ്ട്.
ആ മന്ത്രി മന്ത്രിയുണ്ട്. ആ ആ പുള്ളി കറക്റ്റ് ടൈമിൽ എത്തൂല. പുള്ളിക്ക് എന്തോ ഒരു റാലി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എത്തും. പിന്നെ ഞങ്ങളെ MLA അനിൽകുമാർ MLA ഉണ്ട്. അതേപോലെ നമ്മളെ ഇവിടുത്തെ MLA അൻവർ സാദത്ത് MLA ഉണ്ട്. പിന്നെ മറ്റു MLA മാരൊക്കെ ഉണ്ട്, MP മാരുണ്ട്. പിന്നെ സിനിമ ഫീൽഡിൽ നിന്ന് കുറച്ച് ആളുകളുണ്ട്. പിന്നെ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് അവർ സുഹൃത്തുക്കളാണ്, ഫാമിലിയാണ്. അപ്പൊ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാവരും എത്താന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. 4 മണിക്ക് ഇവിടെ വെച്ച് ഞാനും വരും, നമുക്ക് കാണാം, ഇവിടെ വെച്ച് കാണാം. അതെ. പിന്നെ അവിടെ ഒരു ഗംഭീര സാധനം കിടക്കുന്നു. അതായത് ഹിറ്റ്ലർ പണ്ട് വരച്ചു കൊടുത്ത ഒരു സ്കെച്ചിൽ നിന്ന് ജനിച്ച ഫോക്സ്വാഗൺ ബീറ്റിൽ നല്ല രസ്യം കളർ അടിച്ചേക്കുന്നത്. ഇത് കേരള വണ്ടിയാണോ? ഇത് അതർ സ്റ്റേറ്റ് ആണ് ചേട്ടാ. ഇത് നമ്മള് ഇങ്ങനെ കളക്റ്റീവ് കാറാണല്ലോ ശരിക്കും, റയറാണ്, പെട്ടെന്ന് കിട്ടൂല. കിട്ടിയപ്പോ ഒന്ന് കൈവച്ചതാണ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല. പർച്ചേസ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് 2010 മോഡലാണ്, 10 or 11 അല്ലേ? അപ്പൊ ഇതിന്റെ NOCന്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കിട്ടിയാൽ ഉടനെ നമുക്ക് വണ്ടി നമ്മളതാവും, നമുക്ക് കൊടുക്കാം. അതുവരെ നമ്മൾ പെൻഡിങ് വെച്ചതാണ്. ഇത് വാങ്ങിച്ച് കൈ വെച്ചാണ് കളക്ടേഴ്സ് ഐറ്റമാണ്. ഇത് നല്ല രസ്യം സാധനം, ഉണ്ടകണ്ണും ഒക്കെ നിൽക്കുന്നുണ്ടല്ലേ. അതേപോലെ BMW 5 സീരീസ് S-Class ഒരു അടിപൊളി വണ്ടിയുണ്ട്, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒരു ചെറിയ ബഡ്ജറ്റിലൊക്കെ എടുക്കേണ്ട ആളുകൾക്ക് പറ്റും. പിന്നെ GLS ബാക്കിൽ വണ്ടിയുണ്ട്. അതേപോലെ മറ്റൊരു GL ആണത്, പോർഷെ കൈൻ ഉണ്ട്. ഏത് ഇയർ ആണ്? അത് എത്ര മോഡല്? ഇതെങ്ങനെ ഇതുപോലെ ഓർത്തിരിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോകട്ടെ. ഇത് ഫുള്ള് മൈൻഡ് വരുത്തുണ്ട്. ഉറക്കത്തിൽ ചോദിച്ചാലും അറിയാം. ഇതേ സമയത്ത് ഒരു 3 വർഷം മുന്നേ ഒരു 40-50 വണ്ടിന്റെ 100 വണ്ടിന്റെ എപ്പിസോഡ് ചെയ്തിരിക്കണേ. 100 വണ്ടി യൂട്യൂബിലുണ്ട്. ഈ 100 വണ്ടിന്റെ മൈൻഡിലുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ മൊത്തത്തിലായി. ഞാൻ അതിന്റെ മറ്റേ ഓവറോൾ സെറ്റിംഗ്സിൽ പെട്ട് കച്ചവടം ഇപ്പൊ വരാ ചെയ്യുന്നത്. നമ്മള് കയറി പറഞ്ഞ കാര്യം എന്താ അറിയോ? ഇവരുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം വൈറ്റ് ആയിരിക്കും. ഇത് ഷർട്ട് വൈറ്റ്, ഇത് പാന്റ് വൈറ്റ്, ഇത് മൊത്തം വൈറ്റ്. ഇത് കുടുംബം മൊത്തം വൈറ്റ് ഹൗസ് ആണ് വീട്ടിൽ. വൈറ്റ് തീം ഒരുപാടുണ്ട്. ശരി. ഇങ്ങനെ ഒന്ന് മേലെ കയറാം. ഇനി നമുക്ക് ഇതിലിറങ്ങി ഇതിലെ കയറാം. പക്ഷെ വേറെ കാര്യം എനിക്ക് തോന്നുന്നു, ഇന്ത്യയുടെ അത്രയും വലിയ ഷോറൂംസ് വളരെ കുറവല്ലേ അല്ലേ? മിക്ക സ്ഥലത്തും എനിക്ക് ഞാൻ കണ്ട് ഞെട്ടിപ്പോയ ഷോറൂം ജക്കാർത്തയിലെ ടൊയോട്ടയുടെ ഷോറൂം. അതായത് ഞാനൊരു ബസ്സിൽ കയറിയിട്ട് അടുത്ത സ്റ്റോപ്പ് എത്തുന്ന വരെ ഷോറൂം അങ്ങനെ വിശാലമായിട്ട് നടക്കുക. അതുപോലെ മറ്റു കാര്യമുള്ള നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ ഏത് ഷോറൂം ചെന്ന് വണ്ടി ഓടിക്കാൻ ചോദിച്ചാൽ തരും. അവിടെ പക്ഷെ ബുക്ക് ചെയ്യാതെ ഒന്നും അവർ തരികയില്ല. അപ്പം ഈ ഷോറൂമിന്റെ കാര്യത്തിൽ ഷോറൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ മുകളിൽ ഓഫീസ് സ്പേസും അതിഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഈവൻ ഒരു അപ്പാർട്ട്മെന്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതില്ലേ വിസിറ്റേഴ്സിന്റെ ഒരു ലോഞ്ച് മോളുണ്ട്. അയ്യോ നമ്മൾ ബാക്ക് കണ്ടില്ല. അവിടെ ഏറ്റവും പുറകില് നമുക്ക് വിസിറ്റേഴ്സ് ലോഞ്ച് ഉണ്ട്, പ്രയർ റൂം ഉണ്ട്. പ്രയർ റൂമാണ്, ഇന്ന മതം എന്നില്ല, എല്ലാ മതത്തിനും വന്ന് പ്രാർത്ഥിക്കാനുള്ള റൂമുണ്ട്. അവിടെ വാഷിംഗ് ഏരിയ ഉണ്ട്, ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്, എല്ലാ അതേപോലെ അവിടെ പാൻട്രി സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യം നമ്മളെ ബാക്കിൽ ലോഞ്ച് ഉണ്ട്. അപ്പൊ നമുക്ക് എന്നാലും ഓഫീസ് കാണാം. അതിന് മുമ്പ് ഇവിടെ ഒരാളെ നമ്മൾ വേറെ സാധനമാണ് EQC. സെക്കൻഡ്സിലധികം കിട്ടാണ്ടാവില്ല. ലോ കിലോമീറ്റർ ആണ്, 35,000 ഓടിയിട്ടുള്ളൂ. അപ്പൊ മെർസിഡീസിന്റെ ഇലക്ട്രിക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ അതെ, നല്ല കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ വാഹനങ്ങൾ സെല്ല് ചെയ്യാൻ താല്പര്യമില്ലല്ലോ നമ്മൾ വിളിക്കണം. കാരണം ഇതിപ്പോ വൈജേട്ടപ്പതി ഒരു വണ്ടി എടുത്തു, ആ വണ്ടി ഒന്നേ ഞങ്ങൾ എത്തുള്ളൂ. അപ്പോ ഇപ്പൊ അതേപോലെ റേഞ്ച് റോവർ സ്പോർട്ട് നമ്മൾ എത്തുന്നുള്ളൂ. ഇതൊക്കെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. ആ റേറ്റില്ലേ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് 3 മാസമായി. ശരിക്കും ലാഭം മാത്രമാണ് ഞങ്ങളെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് തന്നെ വീഡിയോ ഇട്ട് വിറ്റിരുന്നു. ഞാൻ എനിക്ക് ഷോറൂം ഓപ്പൺ ആക്കുമ്പോൾ ഇതിന് സ്പെഷ്യലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ വണ്ടി ഒളിപ്പിച്ചു വെച്ചു, വീഡിയോ ഇട്ടില്ല. കാരണം അങ്ങനത്തെ പ്രാന്ത് ഞങ്ങൾക്ക് ഉണ്ട്. ആ ഒരു പാഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഇതേ ചേട്ടാ നമ്മളൊരു ഇത് നമ്മളെ ഷോറൂമിന്റെ GM-നുള്ളൊരു ഏരിയ. അതേപോലെ നമ്മളെ ചീഫ് അക്കൗണ്ടന്റ്, പിന്നെ ഇത് നമ്മളൊരു ക്യാബിന്. ഇതിപ്പോ ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ടാവും? ഇവിടെ നമുക്ക് മാക്സിമം ഒരു 25 ആളുകൾ ഉണ്ടാവും. മൊത്തത്തിൽ നമ്മുടെ ഗ്രൂമിംഗ് ടീമും ഫുൾ ടീം. അപ്പൊ ഇതാണ് നമ്മുടെ മലപ്പുറത്ത് നിന്നുള്ള അൻഫൽ മുതലാളിയുടെ ക്യാബിൻ. എല്ലാം നല്ല ടേസ്റ്റ്ഫുള്ളി ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇത് നമുക്ക് വേണ്ടിയിട്ട് ഒരു ക്യാബിൻ ഇത്ര ഒരു സെറ്റപ്പിൽ ചെയ്തു എന്നല്ല, ഇതിൽ ഞാനൊരു പോഡ്കാസ്റ്റ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ബൈജേട്ടനെ ഔദ്യോഗികമായി എന്റെ പോഡ്കാസ്റ്റിലേക്ക് ക്ഷണിച്ചോളൂ. ബൈജേട്ടന്റെ ഒരു ഇന്റർവ്യൂ എന്റെ ചാനലിൽ വേണം, എന്റെ വലിയൊരു ആഗ്രഹമാണ്. അതേപോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, അവരെ വണ്ടിന്റെ സ്റ്റോറി പറയാം. അങ്ങനെ മീഡിയ ടീമുണ്ട്, മീഡിയ റൂം അവിടെ ഉണ്ട്. ഇത് നമ്മളൊരു പിന്നെ മീറ്റിംഗ് റൂമാണ്. ഇത് ഇവിടുന്ന് തന്നെ ആക്സസ് കൊടുത്ത്
നാളുകൾ പറഞ്ഞ പോലെ ഇടിമുറി. ഗംഭീരം. ഇവിടുത്തെ വലിയ ഡീലർഷിപ്പിലൊക്കെ ഉള്ളവരുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. നമ്മളിവിടുത്തെ വമ്പൻ ഡീലർഷിപ്പിൽ പോകുമ്പോൾ കാണുന്ന സാധനങ്ങളാണ്. ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എവിടെയാണ് നമ്മളെ മീഡിയ റൂം. അത് മീഡിയ റൂം. ഇതാണ് സൽമാന്റെ റൂം. സൽമാൻ എല്ലാ സൗകര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതൊരു സ്റ്റോറിയാണ് ബൈചേട്ടാ. ഇതിൽ എന്തെങ്കിലും ബൈചേട്ടന് മനസ്സിലാവുണ്ടോ? ഇത് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അതൊക്കെ അതെല്ലാവർക്കും മനസ്സിലാവും. ഇതിലൊരു സ്റ്റോറി ഉണ്ട്. പക്ഷെ ഞങ്ങളെ ഫാമിലിനെ അറിയുന്നവർക്ക് അത് അറിയുള്ളൂ. ഇത് ഞാൻ വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് എഴുതിട്ടാ. 1, 2, 3, 4, 5, 6 ഞങ്ങൾ 6 മക്കളാണ്. 6 പേരാണ്. ഇതിലൊരു പേര് ഞാനാണ്. ഇതിൽ വൈഫുണ്ട്, 2 മക്കളുണ്ട്. ഇതില് ഇവൻ എൻ്റെ നേരെ താഴെ ബ്രദർ ഹംദാന്, അവന്റെ മകള് പിന്നെ വൈഫ്. ഇത് അഫ്ഷിന്, അവന്റെ മകള് വൈഫ്. ഇത് കല്യാണം കഴിക്കാത്ത ആളുകളാണ്. ഇത് ഞങ്ങളെ മിന്നുമോള് 6ാമത്തത്. ഇതിങ്ങനെ വൃക്ഷം സഫാരി കാർസ് വരികയാണ്. അതിലോട്ട് കിട്ടുന്ന എനർജി പ്രാർത്ഥനയാണ്. അത് നമ്മളെ ഉമ്മാന്റെ വാപ്പാന്റെ ഫാമിലിന്റെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഈ വേരിലോട്ട് വെള്ളം വളമൊക്കെ കിട്ടുന്നത്. അതിൽ നിന്നുണ്ടാവുന്ന ചില്ലകളാണ് നമ്മളെ സ്ഥാപനങ്ങള്, നമ്മളെ സ്റ്റാഫുകള്, ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബൈചേട്ടനെ പോലത്തെ ഒക്കെ എല്ലാ ടീം മെമ്പേഴ്സും നമ്മളെ ചില്ലകളാണ്. അങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് വരച്ചതാണ്. ഇത് വരച്ച ആള് പറഞ്ഞാല് എന്റെ മാനേജർ തന്നെയാണ്. ആ പുള്ളി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു അച്ചീവ്മെന്റ്. എന്തായാലും ഷോറൂം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്പേസ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, വളരെ ടേസ്റ്റ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല കളേഴ്സും നല്ല രസമുള്ള ഒരു ഷോറൂമാണ്. അപ്പം ഇനി അധികം നീട്ടുന്നില്ല, നിങ്ങൾ നേരിട്ട് വന്ന് കാണുക. 8-ാം തീയതി പറ്റുമെങ്കിൽ 4 മണിക്ക് ഉദ്ഘാടനത്തിന് എല്ലാവരും വരിക. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഒരു ഡെലിവറി ഉണ്ട്, സ്പെഷ്യൽ ഡെലിവറി ഉണ്ട്. ആരെങ്കിലും ഒക്കെ ഒന്ന് ഗസ് ചെയ്യട്ടെ. എല്ലാവരും കമന്റ് ചെയ്യും. ഈ കിടക്കുന്നപ്പം നിങ്ങൾ കണ്ട വാഹനങ്ങളിൽ ഒരു വാഹനം, ഒരു കാര്യം ഞാൻ പറയാം, ആറായിട്ടല്ല നമ്മള് വിൽക്കാന്ന് പറഞ്ഞല്ലോ. അല്ല, അതിനെ ഞെട്ടിച്ച വില കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 1 കോടിക്ക് മുകളിലേക്ക് തന്നെയാണ് അത് പ്രതീക്ഷിച്ചത്. 1.10 റേഞ്ചാണ് ഞാൻ ഉദ്ദേശിച്ചെങ്കിൽ 69 ലക്ഷം രൂപയ്ക്ക് ഒട്ടും മോശം. പിന്നെ എനിക്കൊരു കൺവേർട്ടബിൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ എന്തായാലും അല്ലെങ്കിലും ഇത്രയൊന്നും വേണ്ട. അയ്യോ, 59 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അതിന്റെ ഡിസ്ക് ഒക്കെ മാറ്റണമെങ്കിൽ പിന്നെ കൊടുക്കണം 4-5. അതുകൊണ്ട് അതൊക്കെ വലിയ പൈസ ഉള്ള കളക്റ്റീവ് വണ്ടിയാണ്, കളക്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു വാഹനം. അതെ. അപ്പൊ എന്തായാലും സഫാരി കാഴ്ച എല്ലാവിധ ആശംസകളും തരുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ കൊച്ചിയിലോട്ട് വന്നപ്പോൾ നല്ല വെൽക്കമിങ് കിട്ടിയത്. ഒന്ന് ബൈചേട്ടൻ്റെ ഭാഗത്തുനിന്ന്, പിന്നെ ഇവിടെ അമ്പാട്ടുകാവുകാരുടെ ഭാഗത്തുനിന്ന്, കളമശ്ശേരിക്കാരുടെ ഭാഗത്തുനിന്ന്, നമ്മൾ എല്ലാവരും ഇവിടെ വന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും എനി ടൈമിൽ വിളിച്ചോളി, നെട്ടിച്ചു. അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളാണ്. അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നൊക്കെ ഇവിടെ ആളുകൾ വരുന്നുണ്ട്. ഞാൻ പരിചയമില്ലാത്തവര് പോലും വന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സഹകരിക്കും. പിന്നെ വേറെ കാര്യമുള്ള തൃശ്ശൂരാണ്. ഞാൻ കണ്ടിടത്തോളം തൃശ്ശൂരാണ് ഏറ്റവും വലിയ വണ്ടിപ്രാന്തന്മാരുള്ളത്. ഇവരൊക്കെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിയുടെ സൈഡിൽ കൂടിയാണ്. തൃശ്ശൂരുകാർ ഇടിച്ച് കയറാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഗംഭീരമായ ഒരു ഷോറൂം, കൊച്ചിക്കാരെ ഞെട്ടിക്കാൻ എളുപ്പമല്ല. ഷോറൂം ഗംഭീരം എന്ന് പറയുമ്പോൾ ഒരാളും കൂടെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് അസർ, ആർക്കിടെക്ട് ആണ്. ഞാൻ ചോദിച്ചു, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സമയത്തൊക്കെ ചെയ്ത് തന്നല്ലേ? അടിപൊളിയായിട്ടുണ്ട്. അത് ഈ ആർക്കിടെക്ട് രീതിയാണ്. ഇവർക്ക് ഇഷ്ടം, ഇവരുടെ ഏസ്തെറ്റിക് സാധനത്തിലേക്ക് എത്തുന്നവരെ ഒന്ന് തള്ളു. എന്തായാലും ആ സമയത്ത് തന്നെ ഉദ്ഘാടനത്തിന് സമയത്തിന് മുമ്പ് തീർന്നല്ലോ. അപ്പൊ എന്തായാലും നന്നുണ്ട് കേട്ടോ. നല്ല ഇന്ത്യ ഉണ്ട്. അപ്പം എല്ലാവരും വരിക. ഈ ഷോറൂം കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളതാണ്. കൊച്ചിക്കാരെ ഞെട്ടിക്കണമെങ്കിൽ ഇങ്ങനെ ഷോറൂം വേണം, അല്ലെങ്കിൽ കൊച്ചിക്കാരെ ഞെട്ടില്ല. പലത് കണ്ടതായതുകൊണ്ട് നമ്മൾ ഞെട്ടില്ല. അപ്പോൾ വരിക, എല്ലാം കാണുക. വണ്ടിയുടെ കൂടെ നിന്ന് പടമൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങളിവിടെ കയറുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മലപ്പുറത്ത് നിന്ന് വന്ന ഈ അൻഫലിനെ ഫാമിലി എല്ലാവരെയും ഒന്ന് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ശരി, അപ്പം എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓക്കെ, ഇനിയുണ്ട് പല കഥാപാത്രങ്ങൾ. ബൈ. അപ്പോൾ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ.